എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ. ജീവനാഥനായ ഉള്ളത്തിൽ ആഗ്രഹിക്കുന്നവർ യേശുവേ വാ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ. യേശുവേ നല്ല നാഥനായൻ ഉള്ളത്തിൽ യേശുവേ വാ. എൻ്റെ രക്ഷകനെ എൻ്റെ രക്ഷകനെ നിന്നിലഭയം ചൊല്ലുമ്പേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ്റെ രക്ഷകനെ നിന്നിലഭയം ചൊല്ലുമ്പേ എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ആരാധിച്ചാട്ടെ. ആ മഹത്വം അനുഭവിക്കുന്നവർ ഞാൻ പറയുന്നു, ആത്മാവിൽ പ്രവചിക്കുന്നു, 2022 എന്നുള്ള വർഷം ഹല്ലേലൂയ നിങ്ങളൊരു മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓ ശഖബബ റിഖമന ശഖരബന ഹൽഖബന. താങ്ക് യു ജീസസ്. നിങ്ങളുടെ അവസ്ഥകൾ മാറുന്ന വർഷമാണ്. നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്ന വർഷമാണ്. നിങ്ങളുടെ ലൈഫിലെല്ലാം നിങ്ങളുടെ കുടുംബത്തിലെല്ലാം യേശു ഇറങ്ങി നിൽക്കുന്ന, യേശു ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു അനുഭവം തിരിച്ചറിയുന്ന വർഷമാണ്. വലിയ മഹത്വത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. വിശ്വാസത്തോടെ എല്ലാ അത്തരങ്ങളും തുറന്ന് കഴിയുന്നവരെല്ലാം ഓ ശഖബബബ റഖേനേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശുവേ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോ യേശുവേ. Thank you Lord Jesus. We worship you Lord. Oh അങ്ങ് മാത്രം യോഗ്യനപ്പ. അങ്ങ് മാത്രം സകല സ്തുതികൾക്കും പുകഴ്ചയ്ക്കും എല്ലാം യോഗ്യൻ. ദൂതന്മാരോട് കൂടെ മൂപ്പന്മാരോട് കൂടെ ഞങ്ങൾ ഇന്ന് പകലിൽ ആരാധിക്കുന്നപ്പ. അങ്ങ് പരിശുദ്ധൻ, അങ്ങ് പരിശുദ്ധൻ, അങ്ങ് സർവാംഗ സുന്ദരൻ, 10,000 അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഓ റിഹബബബബബ ശഖബബബബ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയനെ, എൻ്റെ പ്രിയനെ പോൽ യോഗ്യം
യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ലേ, എൻ്റെ പ്രിയനെ പോലാരുമില്ല. ഹല്ലേലൂയ. യേശുവേ പോലെ ആരുമില്ല. ഓ എൻ്റെ പ്രിയനെ പോലാരുമില്ല. അതുകൊണ്ട് ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എല്ലാ നാവും, എല്ലാ നാവും, സർവലോകവും യേശുനാമം ഉയർത്തിടുവേ. ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. എല്ലാം നാവും സർവലോകവും യേശുനാമം ഉയർത്തിടുമേ. ബഹുമാനം, ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാനേ യേശുയോഗ്യൻ. യേശുവേ പോലെ ആരുമില്ലേ, എൻ്റെ പ്രിയനെ പോലാരുമില്ലേ. യേശുവേ പോലെ ആരുമില്ലേ. ഓ എൻ്റെ പ്രിയനെ പോലാരുമില്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന്, എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. Thank you Jesus, thank you Jesus. Hallelujah, hallelujah. Shabba-ba-ba-ba-ba, Ricky Mystery. Thank you Father, hallelujah, hallelujah. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം, സന്തോഷത്തോടെ മഹത്വപ്പെടുത്താം. Hallelujah, Jesus. Jesus, hallelujah. Oh, shakaramana dhereres, hallelujah.
ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, ഓരോ വർഷവും കടന്നു പോകുമ്പോഴും പ്രത്യാശയുള്ള ദൈവജനം, ദൈവമക്കൾക്ക് ഒരുമിച്ച് പറയാൻ കഴിയും, കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു ബിരുദു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു ബിരുദു പ്രാപിപ്പാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തും ഇന്നു വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തും ഇന്നു വിജയം നേടുക. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. ഹല്ലേലൂയ. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണുവാനൻ പ്രിയൻ പൊന്മുഖം. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്ര ആനന്ദം. ഓ കേൾക്കാറായി കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. കേൾക്കാറായി പാർത്തലം വിട്ട് തേജസ്സേറുപുരെ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്റെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നിലെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നുമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്ന. ഓ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നെ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ ആകത്താ,
നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുമേ. പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേ തൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്ന യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദം, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ ഹല്ലേലൂയ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുമേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി. പ്രത്യാശയോടെ പാടിയാണ്. യേശുവോട് ചേർന്നിരിപ്പതെത്ര, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ. ആശു തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുമേ. ഓ ആശു തന്റെ ഹല്ലേലൂയ. നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ, എന്നല്ല തീർപ്പാൻ എന്നു വന്നു ചേർത്തിടുമെന്റെ. നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ, അല്ല തീർപ്പാൻ എന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടെ വീണകളെ നീ, തുല്യമില്ല മോദത്തോടെ വീണകളെ നീ. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ. യേശുവോട്, യേശുവോട് ചേർന്നിരിപ്പത് ഹല്ലേലൂയ. യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചി. ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുമേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശു ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. വിശ്വാസമുള്ളവർ. അന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തീരുമെന്റെ കഷ്ടം ഇന്നി മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്നെ ശുദ്ധരത്തു പാടിയാക്കുമേ, അന്നു തന്നെ ശുദ്ധരത്തു പാടിയാക്കുമേ. എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം, എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പത്, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുമേ, വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി. ഓ യേശുവോ, യേശുവോട് ചേർന്നിരിപ്പതെത്ര
ചേർന്നിരിപ്പതെത്ര മോദമേ, എന്റെ യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുമേ. ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ, ആശു തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്റെ യേശുവിനാൽ ജീവിക്കുന്നത്. അന്യഭാഷകളെ വിശ്വ അന്യഭാഷകളൊന്ന് പാടി മഹത്വപ്പെടുത്തിയാൽ ഓ ശകരം തരാതെ ശരം തരാതെ ശരം തരാതെ ശരാധര വികാരതേരി ശബ്ദരാതി ഹരന്തരാ വികനം തരേദിയാര ശബ്ദരാതിരേ വികരം തരം തരാധിക ശരാധികേ വികരം തരേദിയാരി മാനശബ്ദരാ വികരം തരാതിരേദിയം ശരാതിരേ വികരം തരേദിയാരം ശരം തരാതിരേ വിവരം തരാതി വിവലക ചൂരര ശരം തരാതിരിഖരേദിയ ശരം തരാതിരേ വികരക ചൂരബലബദലക ശബ്ദരേ. ഹല്ലേലൂയ. ശബദകൾ ഖബലകൾ രചനതേ ശരം തരാതിരേ ദിരേ. ഓ ഹല്ലേലൂയ. ഓ ശബദരേ ശരം തരാതിരേ ശേതിദരാദരം ദേ വികാലദേരേ വിവലം തന്നോട ശരം തരാതിരേ വികരക ചൂരര ശരേദിയാരം ദരേ ശബദകൾ हमारे देश शब्दार दीगरम दरम तेरे दिया दरदार शब्दरा दिया रे तेरे शब्दरा दरम तेरे शिकार शेदियो शरम तेरे दिया रम दरा तेरे दीगरम तेरे दिया शरम दरा दीगरम तेरे दिया शरम तेरे दिया तेरे हालेलुया. തേജസ്സേറും പുരേ കേൾക്കാറാ പാലകനീ പോകാറാ പാതലത്തിനെ വീരാശേരി പുരേ കേൾക്കാറാ കാഹളകുനി പോകാറാ പാതലത്തിനെ തേജസ്സേറും പുരേ തേജസ്സേറും പുരേ തേജസ്സേറും പുരേ. Hallelujah. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. യേശുവാ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ ജീവനെ കാണും വലിയതാ എൻ ജീവനെ കാണും വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന
എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. എല്ലാം ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ആനന്ദത്താ നിറച്ചിടുക, നിറച്ചിടുക യേശുവേ. ആനന്ദത്താ നിറച്ചിടുക, നിറച്ചിടുക യേശുവേ. Thank you Jesus. Hallelujah. ആനന്ദത്താ നിറച്ചിടുക, Hallelujah. നിറച്ചിടുക യേശുവേ. അഭിഷേകത്താ നിറച്ചിടുക, നിറച്ചിടുക യേശുവേ. ആഴമാർന്ന സ്നേഹത്തെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ യേശു നൽകി മാനിക്കുന്നു. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ നാവു പോരായേ. ആഴമാർന്ന സ്നേഹത്തെ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ലാദാനത്തെ യേശു നൽകി മാനിക്കുന്നു. Thank you, Father. Hallelujah. യേശുവേ, പ്രാണൻ പോവോളും ജീവൻ തന്നോരേ, ഭൂവിലാരും കാണാത്ത സ്നേഹമേ, ആമാവിൽ ഞാൻ ചാരുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആമാവിൽ ഞാൻ ചാരുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആമാറിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. അങ്ങേ പിരിയില്ല എന്നേശുവേ, അങ്ങേ പിരിയില്ല എന്നേശുവേ.
മഹത്വം തന്നാമത്തിന് സ്തുതികളിൽ ഭയങ്കരനേ സ്തുതിക്കുന്നു തിരുസന്നിധേ ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപീഠേ ഉയർത്തിയിടും ഞാൻ നിൻ നാമം അഖിലം നീ മാത്രം യേശുവേ ഓ നീ മാത്രം യേശുവേ ഹല്ലേലൂയ നീ മാത്രം യേശുവേ. இந்த பிற்பகலும் இந்த ஆண்டினுடைய முதலாவது ஞாயிற்றுக்கிழமை தேவனுடைய சமூகத்தில் கூடி வர அமேன் நம் பரலோக தகப்பன் நமக்கு நல்ல வாய்ப்பை கொடுத்திருக்கிறார். இந்த நாளும் சந்தோஷத்தோடு கூட ஆவியில் மகிழ்ந்து கொண்ட தெய்வ பிள்ளைகள் அமேன் பரலோக தகப்பனை ஒன்று கூடி ஆராதிப்பது துதிப்பது அது எவ்வளவு இருக்கிறது. ஹல்லேலூயா ஹல்லேலூயா. சங்கீதக்காரன் இவ்விதமாக சொல்கிறார், வேறிடத்தில் பார்க்கிற 1000 நாளை விட உம்முடைய சமூகத்தில் ஒரு நாள் அது மேலானதாக இருக்கிறது என்று சொல்லி எத்தனை பேர் இந்த பிற்பகல் இது என்னுடைய வாழ்க்கையிலே மேலான நாள் என்று அமேன் ஹல்லேலூயா உணர்ந்து கொள்கிறீங்க. Thank you Lord Jesus. ஹல்லேலூயா. அந்நிய ஸ்தலத்து 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ ആലയത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ചേർന്ന് നമ്മുടെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ എത്ര പേർ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെ അനുഭവിക്കുന്നു. കാരണം ദൈവവചനം പറയുന്നു അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് என்று. ஹல்லேலூயா. இந்த பிற்பகல் அமேன் ஹல்லேலூயா. அந்த சந்தோஷம் அனுபவிக்கிறவர்கள் அமேன் அந்த மகிழ்ச்சி அனுபவிக்கிறவர்கள் சேர்ந்து கொண்ட உள்ளத்தின் ஆழத்தில் இருந்து அவரை துதிக்க ஆரம்பிங்க. Thank you Father Lord Jesus. Hallelujah. நன்றி அப்பா. ஹௌரா கபாரமனா ஷெகேரியந்தரா ஹெஸ்கேரா பாபா லா கரியந்தரே. Hallelujah. இந்த ஆண்டில் அமேன் ஹல்லேலூயா எத்தனை பேர் வாக்குத்தத்தங்களை பெற்றுக்கொண்டு அமேன் ஹல்லேலூயா அமேன் ஒரு அமேன் எதிர்பார்ப்போடு கூட நம்பிக்கையோடு கூட அமேன் ஹல்லேலூயா இந்த ஆண்டு ஒவ்வொரு நாளும் ஒவ்வொரு நிமிடமும் என்னுடைய வாழ்க்கையிலே ஒரு ஆச்சரியத்தினுடைய நாளாக ஒவ்வொரு நாளும் அமேன் என்னுடைய வாழ்க்கையிலே நான் வெற்றியை கொண்டாடுகிற ஒரு நாளாக அமேன் ஹல்லேலூயா ஒவ்வொரு நாளும் நான் மகிழ்ந்து களி கூறுகிறேன் என்று சொல்கிற எத்தனை பேர் இருக்கிறீங்க? ஹல்லேலூயா. ദൈവത്തിന്റെ ആത്മാവ് അമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ ആണ്ട് മുഴുവനും ഈ ഒരു വർഷം മുഴുവനും അമേൻ ഹല്ലേലൂയ അമേൻ അത്ഭുതങ്ങളെ കാണുവാറാക്കുന്ന നിങ്ങൾ അമേൻ ഓരോ നാളും ജയത്തെ ആഘോഷിക്കുന്ന ജയോത്സവത്തിന്റെ നാളുകളായി ക്രിസ്തുയേശുവിൽ ജയോത്സവം കൊണ്ടാടുന്ന നാളുകളായി നിങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് അങ്ങനെ പ്രത്യാശിക്കുന്നു? യെസ് അമേൻ. എന്റെ തുടർന്നുള്ള നാളുകൾ ദുഃഖത്തിൻ്റെതല്ല, കണ്ണുനീരിൻ്റെതല്ല, വിലാപത്തിൻ്റെതല്ല, പ്രശ്നങ്ങളുടേതല്ല, കൺഫ്യൂഷന്റെ അല്ല, അമ്മേ നിരാശയുടെ നാളുകളല്ല, മറിച്ച് ഈ ആണ്ടിന്റെ ഓരോ ദിവസവും ஒவ்வொரு நாளும் நான் வெற்றி சிறக்கிற, நான் வெற்றியை கொண்டாடுகிற, ஆச்சரியமானவைகளை நான் பெற்றுக்கொள்கிற, எதிர்பார்க்கிற நாட்களாக மாறுகிறது என்று எத்தனை பேர் சொல்ல விரும்புறீங்க? Thank you Lord. அப்படி உள்ளவர்கள் உங்களை பரிபூர்ணமாக தேவனுடைய கரத்தில் ஒப்பு கொடுத்துக் கொள்ளுங்க. Thank you Father. Amen. Jesus. Hallelujah. Thank you Father. நன்றி அப்பா. Thank you. Jesus. Amen. Hallelujah. Thank you Father. நீ நல்லவன். Amen. Amen. Love you. We love you Lord. Thank you.
அவருடைய அன்பு பிரசன்னம் உங்களை ஒவ்வொருவரையும் நிரப்பிக் கொண்டிருக்கிறது. ஹalleluya. സാന്നിധ്യങ്ങൾ ഓരോരുത്തരെയും നിറച്ചുകൊണ്ടിരിക്കുക. Amen Jesus. ஆவியானவர் சொல்கிறார் amen amen. உங்களுடைய துக்கம் அது சந்தோஷமாய் மாறும். പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. amen amen. வெளிப்படையாக மனுஷன் பார்க்கும்போது amen உங்களுடைய முகங்கள் சிரித்து கொண்டுதான் இருக்கிறது. ഓ, പുറത്തുള്ള മനുഷ്യർ നോക്കും നിങ്ങളുടെ മുഖം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. amen. ஆனால் hallelujah உங்களுடைய உள்ளங்களை அம்மேன் கர்த்தர் காண்கிறார். നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് അറിയുന്നു. amen. பல நேரத்திலும் கடந்த நாட்களில் எல்லாம் உங்களுடைய உள்ளம் கடந்து போன அம்மேன் சூழ்நிலைகளை கர்த்தர் அறிகிறார். ഓ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളം കടന്നു പോകുന്ന വിഷയത്തെ എല്ലാം കർത്താവ് അറിയുന്നു. ஹalleluya. ஆனால் கர்த்தருடைய ஆவியானவர் சொல்கிறார் அம்மேன் அம்மேன் நீங்கள் மெய்யாகவே தெய்வ சமூகத்தில் மகிழ்ந்து களிகூறத்தக்கதாக உள்ளத்தில் இருந்தே ஆனந்திக்கத்தக்கதான சில விடுதலைகளை இந்த ஆண்டில் நீங்கள் நிச்சயமாக காண போகிறீர்கள். ഹല്ലേലൂയ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ നിന്ന് സന്തോഷിക്കത്തക്ക രീതിയിൽ അമ്മേൻ ഹൃദയം കൊണ്ട് ആനന്ദിക്കത്തക്ക രീതിയിൽ ദൈവം നിങ്ങളെ യഥാർത്ഥത്തിൽ അമ്മേൻ സ്വർഗീയ ആനന്ദം കൊണ്ട് അമ്മേൻ ഹല്ലേലൂയ നിറയ്ക്കുവാനായിട്ട് പോകുന്നു. അമ്മേൻ ഹല്ലേലൂയ. ഇന്ന് അമ്മേൻ ലൈനിൽ കണക്റ്റഡ് ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുക ഹല്ലേലൂയ നിങ്ങളെ അമ്മേൻ കർത്താവ് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ஹalleluya ஹalleluya ஆமென். உங்களுடைய துக்கம் மாறி உங்களை கர்த்தர் ஆனந்த தைலத்தினாலே அபிஷேகம் பண்ண விரும்புகிறார். ஹalleluya. உங்களுடைய விலாபத்தினுடைய வஸ்திரத்தை அவர் ஆமென் எடுத்து போட்டு உங்களை ஆமென் ஹalleluya ஒரு மகிழ்ச்சியினுடைய வஸ்திரத்தை அணிவிக்கிற நாட்களாக இந்த நாட்கள் மாறுகிறது என்று ஆவியானவர் சொல்கிறார். ஹalleluya. പ്രിയ ദൈവമക്കളെ ആമെൻ ഹalleluya. നിങ്ങൾ അമ്മേൻ ക്രിസ്തുയേശുവിനെ സേവിക്കുന്നു, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളുടെ അമ്മേൻ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് ദുഃഖവും ഭാരവും ഒരു വിലാപത്തിന്റെ വസ്ത്രമാ പിശാച് നിങ്ങളുടെ സോളിനകത്ത് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. உங்களுடைய தேகியிலே உங்களுடைய ஆத்துமாவிலே சத்ருவானவன் அம்மேன் ஒரு விலாபத்தினுடைய ஒரு துக்கத்தினுடைய வஸ்திரத்தை கொண்டு மூடி போட்டிருக்கிறான். ஹalleluya. ஆனால் இந்த பிற்பகல் சில போர்வைகள் விலகி கர்த்தர் അമ്മേൻ ഹല്ലേലൂയ യഹോവയായ ദൈവം നിങ്ങളെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന ഹല്ലേലൂയ നിങ്ങളെ അമ്മേൻ ഹല്ലേലൂയ ഒരു അമ്മേൻ അമ്മേൻ ഹല്ലേലൂയ അമ്മേൻ ഒരു ഉത്സവ വസ്ത്രം അണിവിக்கிறதான അമ്മേൻ നാட்கள் உங்களுக்கு മുൻപதாக இருக்கிறது. അമ്മേൻ ജീസസ് ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ അമ്മേൻ ഒരു രാജകീയ വിരുന്നിന് ഒരു രാജകീയ ഉത്സവത്തിന് ഒരുവൻ വരണമെങ്കിൽ അവന് നിശ്ചയമായിട്ടും ഉത്സവ വസ്ത്രം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. கர்த்தராவியானவர் சொல்கிறார் நீங்க விலாப வஸ்திரத்தை அணிந்து கொண்டு ஒருபோதும் அம்மேன் கிறிஸ்துவேசுவுக்குள் இருக்கிற வெற்றி திருவிழாவை கொண்டாட முடியாது. அதனால் இந்த நாளில் ஆவியானவர் சொல்கிறார் உங்களுடைய விலாபத்தினுடைய வஸ்திரங்களை அவர் எடுத்து போட்டு அம்மேன் ஒரு உത്സവ വസ്ത്രത്തെ அவர் உங்களை அணிவிக்கிறார். പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ വിലാപത്തിന്റെ വസ്ത്രത്തെ അമ്മേൻ കർത്താവ് എടുത്തു മാറ്റി നിങ്ങളെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന നാളുകൾ നിങ്ങളുടെ മുൻപിലുണ്ട്. കാരണം അമ്മേൻ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുന്നവൻ ഒരു അമ്മേൻ ജയത്തെ ഘോഷിപ്പാൻ ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരുവൻ ഒരിക്കലും വിലാപ വസ്ത്രം അണിഞ്ഞുകൊണ്ടല്ല അവൻ ഉത്സവ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഹല്ലേലൂയ അമ്മേൻ 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 ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ സെലിബ്രേഷൻ വരുന്നത്. ഇന്ന് കർത്താവ് അമ്മേൻ നിങ്ങളെ വിലപിപ്പിക്കുന്ന നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന അമ്മേൻ ദുഃഖ വസ്ത്രത്തെ അണിയിക്കുന്ന അമ്മേൻ ഹല്ലേലൂയ പിശാചിന്റെ ചില തന്ത്രങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അമ്മേൻ നിങ്ങളുടെ മേൽ അമ്മേൻ ക്രൂശിന്റെ ജയം വെളിപ്പെടുമാറ് നിങ്ങളെ കാണുന്നവർ തന്നെ ഓ ഹല്ലേലൂയ ഇതൊരു ദുഃഖപുത്രിയല്ല, ഇതൊരു വിലാപത്തിന്റെ പുത്രിയല്ല. ആമേൻ ഹല്ലേലൂയ ഇവൾ ഘോഷിച്ചുല്ലസിക്കുന്ന സിയോൻ പുത്രിയാണെന്ന് തിരിച്ചറിയത്തക്ക വണ്ണം അമ്മേൻ നിങ്ങളുടെ വിലാപത്തെ മാറ്റി കർത്താവ് അമ്മേൻ ഹല്ലേലൂയ സന്തോഷത്താൽ ആനന്ദത്താൽ നിങ്ങളെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ 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 അംശകതേർ അസ്പ്രൗഡസിയംതന റിഗൽ കൗഡ ബർക്കഷിയംതന അമ്മേൻ വസ്ത്രങ്ങൾ മാറട്ടെ. അപ്പാ ഇവളുടെ വിലാപത്തിനുடைய വസ്ത്രങ്ങൾ വിലകുവதாக നിന്റെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ஏனென்றால் வார்த்தை சொல்கிறது உங்கள் துக்கம் அது சந்தோஷமாய் மாறும். എന്റെ ദുഃഖം
அது கிறிஸ்துவிലുള്ള சந்தோஷமாய் மாறாൻ പോകുകയാ. என் துக்கம் அது கிறிஸ்துவுக்குள் சந்தோஷமாக மாறுகிறது. Thank you Lord Jesus. Hallelujah, hallelujah. அன்பான தேவனுடைய பிள்ளைகளே, மெய்யாகவே மெய்யாகவே ஆமென், நீங்கள் மகிழ்ந்து களி கூறும்படியாக தான் உங்களுடைய பரலோக தகப்பன் ஆமென் வாஞ்சிக்கிறார். യഥാർത്ഥമായി നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവാനാണ് നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നത്. Hallelujah, amen Jesus, hallelujah. ஏனென்று சொன்னால் ஆமென், நம்முடைய தகப்பன் விரும்புவதெல்லாம் நம் தகப்பனோடு கூட ஒவ்வொரு நாளும் அவருடைய பிரசன்னத்தில் இருந்து மகிழ்ந்து களி கூறும்படியாக. Amen Jesus. പിതാവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് സന്തോഷിച്ച് ആനന്ദിക്കുവാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. Amen. நிச்சயமாக தெய்வ பிள்ளைகளுடைய வாழ்க்கையிலே amen hallelujah மகிழ்ந்து களி கூறத்தக்கதான amen சில காரியங்கள் நடக்கும். ഹല്ലേലൂയ. ആമേൻ. ദൈവ മക്കളുടെ ജീവിതത്തിൽ സന്തോഷിച്ച് ആനന്ദിക്കത്തക്ക വിധമുള്ള ചില ദൈവ പ്രവൃത്തികൾ നടക്കും. Amen. Hallelujah. நாம் எஸ்தருடைய புத்தகத்தை amen பார்க்கும் பொழுது ஹாமான் amen யூதர்களுக்கு விரோதமாக amen hallelujah சில கையெழுத்துக்களை எல்லாம் ஆயத்தம் பண்ணி ராஜாவினுடைய முத்திரையை போட்டு யூதர்களை எல்லாம் அதன் நிர்மூலமாக்கும்படியான திட்டத்தோடு கூட வந்தான். ஆனால் அமேன் கொலோசியர் அமேன் 2:14 சொல்வது போல தேவன் சில கையெழுத்துக்களை மாற்றி எழுதினார். തന്റെ പുസ്തകത്തിനകത്ത് പറയുന്നു ഹാമാൻ യൂദർക്ക് വിരോധമായി ചില കയ്യെഴുത്തുകൾ ഉണ്ടാക്കി അതിൽ രാജാവിന്റെ മുദ്രയിട്ടു യഹൂദന്മാരെ തകർത്തു കളയാൻ വേണ്ടിയിട്ട്. എന്നാൽ കൊളോസ്യ ലേഖനത്തിനകത്ത് നമ്മൾ കണ്ടു കർത്താവ് നമുക്കെതിരെയുള്ള കയ്യെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞു എന്ന്. ആമേൻ ഹല്ലേലൂയ. ஒருவேளை நீங்க நினைக்கிறான் நான் என் வீட்டுக்குள்ள சாதாரண ஒரு ஸ்திரீயாக இருக்கிறேன், என்னால அம்மேன் என்னுடைய சூழ்நிலைகள் மாறுமா? அம்மேன் ஒருவேளை நீங்கள் புருஷர்கள் நினைக்கலாம் நான் சாதாரண அம்மேன் ஒரு வாசல் காவல்காரனா இருக்கிற மொர்தெக்காய், என்னால அம்மேன் என்னுடைய ஜனத்தினுடைய அந்த சூழ்நிலைகள் மாறுமா? ஆனால் எஸ்தருடைய புத்தகம் சொல்கிறது நிச்சயமாகவே அது மாறும். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ സാധാരണ വീട്ടിലുള്ള ഒരു സ്ത്രീയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനെ, എന്നെ കൊണ്ട് എൻ്റെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് സാധിക്കും, എന്നെ കൊണ്ട് എൻ്റെ അവസ്ഥകൾ മാറുമോ? എന്നാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് സാധിക്കും. ஹல்லேலூயா. என்ன நடந்தது சொல்லி தெரியுமா? அம்மேன் இப்படிப்பட்டதான அம்மேன் யூதர்களுக்கு விரோதமான ஒரு கற்பனை கையெழுத்து வந்த பொழுது எஸ்தர் ஹல்லேலூயா முதலாவதாக ராஜ சந்நிதியிலே அல்ல, அதற்கு மாறாக தெய்வ சமூகத்தில் அம்மேன் ஹல்லேலூயா அவள் அமர ஆரம்பித்தாள். ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ എസ്തർ ആദ്യമേ രാജാവിന്റെ അടുത്തേക്കല്ല പോയത്, തന്റെ ആ പ്രശ്നങ്ങൾ അറിയുന്ന ദൈവസന്നിധിയിലേക്ക് എസ്തർ ചെന്നത്. അമേൻ. அப்படின்னு சொன்னால் ராஜாவினுடைய இம்மைக்குரிய ராஜாவினுடைய சன்னிதானத்திலே அல்ல, ராஜாதி ராஜாவினுடைய சமூகத்திலே அவள் போனாள். ഒരു പ്രോബ്ലം വന്നപ്പോൾ ഈ ലോകത്തിന്റെ രാജാവിന്റെ അടുത്തേക്കല്ല, രാജാതി രാജാവായ ക്രിസ്തുവിന്റെ അടുത്തേക്ക് അത്രേ അവൾ. ஆமென் ஹல்லேலூயா. ராஜாதி ராஜா ஏதாவது ஒரு விஷயத்தின் மேல அவர் கிராண்ட் பண்ணா திருப்பி பூ ராஜாக்களுக்கு அமேன் அந்த அதுல வார்த்தை மீற முடியாது. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാതി രാജാവിൽ നിന്ന് ഒരു ശബ്ദം വന്നാൽ ഈ ലോകത്തിലെ രാജാക്കന്മാർക്ക് അതിനപ്പുറമായി ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അമേൻ. അன்பான അമേൻ தேவனுடைய பிள்ளைகளே, அமேன் நீங்கள் ராஜாக்களுடைய அமேன் அருகாமையிலே அல்ல, அமேன் ராஜாதி ராஜாவினுடைய சமூகத்திலே தான் அமேன் கொண்டாடும்படியாக நீங்கள் அமேன் இருக்கிறீங்க. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ രാജാക്കന്മാരുടെ കൂടെ അല്ല, രാജാതി രാജാവിന്റെ കൂടെ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവ് നമ്മളെ ആക്കി വെച്ചു. அமேன் ஹல்லேலூயா. ராஜாதி ராஜா சகல அதிகாரங்களுக்கும் துரைத்தனங்களுக்கும் வல்லமைகளுக்கும் அதிகாரியாக இருக்கிறார். രാജാതി രാജ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ അധികാരമുള്ളവനാണ്. ആമേൻ. ഇത് சொல்லும் பொழுதே ஆமென் ஹல்லேலூயா உங்களுக்காக சில அதிகாரங்களோடு கூட இந்த ஆண்டில் கர்த்தர் இடைப்படுவார். ഹല്ലേലൂയ. നിങ്ങൾ രാജാതി രാജാവിനോട് കൂടെയാണെങ്കിൽ ആ രാജാതി രാജാവ് ചില രാജാക്കന്മാരോട് ഈ കാലഘട്ടത്തിൽ ഇടപെടുവാൻ തുടങ്ങും. ആമേൻ. உங்களுக்காக ஆமென் சில பேப்பர்ஸ் சில ഫിനാൻഷ്യൽ விஷயங்கள் ஆமென் சில விஷயங்களின் மீது ஆமென் அதிகாரங்கள் உங்களுக்கு ஃபேவரபிளாக மாறும். നിങ്ങൾക്ക് വേണ്ടി ചില പേപ്പറുകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും, ചില അധികാരികളോട് സംസാരിക്കാൻ തുടങ്ങും, ചില വിഷയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ തുടങ്ങും. ஆமென் ஹல்லேலூயா. பரலோகம் இந்த நாளில் ஆமென் எந்த வல்லமைகள் அதிகாரங்களிடத்தில் இருந்து உங்களுக்கு ஃபேவரபிளாக சிலது வர வேண்டுமோ நான் பார்க்கிறேன் கிராண்டட் என்று சொல்லி கர்த்தருடைய ஆவியானவர் உங்களுக்கு ஆமென் சிலதை கிராண்ட் பண்ணுவதை நான் பார்க்கிறேன். ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് മാറേണ്ട ചിലത് അത് പിതാവിൽ നിന്ന്
ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നു, നിങ്ങൾക്ക് അനുകൂലമായി അത് മാറുന്നു, നിങ്ങൾക്ക് വേണ്ടി അത് പിതാവ് ആമേൻ അനുകൂലമാക്കി മാറ്റുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവർ சொல்கிறார் தடை பண்ணாதே. ഓ, ആ പിതാവ് വിളിച്ചു പറയാ, രാജാതി രാജാവ് വിളിച്ചു പറയാ, അതിനെ തടസ്സപ്പെടുത്താതെ ആമേൻ വിട്ടുകൊടു, അതിനെ വിട്ടുകൊടുക്ക്. ஆமென். இந்த ஆண்டில் நான் சொல்கிறேன், ஆமென், ராஜாதி ராஜா உங்களுக்காக சில அதிகாரியிடத்திலே சொல்கிறது, தடை பண்ணாதே, விட்டுக்கொடு. இந்த ஆண்டு தேவ பிள்ளைகள் அதிகாரிகள் இடத்திலே இருந்த ஆமென் ஃபேவர்களை, ஆமென் ஹalleluya, உங்களுக்கு சாதகமான நன்மைகளை பெற்றுக்கொள்ள ஆண்டாக இந்த ஆண்டு உங்களை வாழ்க்கையில രാജാതി രാജാവ് ആ വ്യക്തികളെ നോക്കി, അധികാരികളെ നോക്കി, നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഫേവർ ലഭിക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെ നിന്നാണോ വിടുതൽ ലഭിക്കേണ്ടത്, അവരെ നോക്കി പറയുന്നു, തടസ്സപ്പെടുത്താതെ അത് വിട്ടുകൊടുക്ക്, തടസ്സപ്പെടുത്താതെ അത് വിട്ടുകൊടുക്കുക അവരുടെ കരത്തിലേക്ക്. അത് നിങ്ങളുടെ കരത്തിൽ അനുകൂലമായി, നിങ്ങളുടെ കരത്തിൽ അത് ലഭിക്കാൻ. ஆமென். ஒருவேளை உங்களுக்கு விரோதமாக பேச சில ஹாமான்கள் போய் ஆமென் ராஜாக்களுக்கு முன்பதாக நின்றாலும், ഓ, ഒരു പക്ഷേ നിങ്ങൾക്ക് വിരോധമായി ചില ഹാമാന്മാർ, നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കാൻ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി നിന്നാലും, ஓ ஆவியானவர் ஒரு சத்தத்தை சொல்கிறார் பாருங்க, ஆமென், இந்த ஹாமான் போய் நிற்கிறதெல்லாம் இந்த ராஜாவினுடைய மனதை எப்படியாவது தன் பக்கம் திருப்பி ஆமென் அந்த மொர்தெக்காய்க்கு விரோதமாக சிலதை செய்ய வேண்டும் என்று சொல்லி. ഓ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, ഹാമാൻ രാജാവ്, ഹാമാൻ അനുകൂലമായി വന്ന് മൊർദെക്കായ്ക്ക് വിരോധമായി ചിലത് സംസാരിക്കണമെന്നാണ്. ஆனால் ஹalleluya பாருங்க, ஆமென், இந்த ஹாமான் வெளியே நிற்கும் பொழுதே இரவில் ஆமென் அவனுடைய ஆவியோடு கூட தேவன் பேசி, சொப்பன வழியாக பேசி, ஹalleluya, கர்த்தர் ஆமென் ஹாமானுக்கு முன்பதாகவே ராஜாவினிடத்தில் இடைப்பட்டார். ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹാമാൻ രാജാവിന്റെ അടുത്ത് വന്ന് മൊർദെക്കായ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോഴും മൊർദെക്കായ് രാജാവിന്റെ അടുത്ത് വരാതെ പുറത്തു നിൽക്കുമ്പോൾ മൊർദെക്കായ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി, ആമേൻ, ദൈവം അവിടെ ഇറങ്ങി മൊർദെക്കായ്ക്ക് അനുകൂലമായി രാജാവിനോട് സംസാരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. உங்களுடைய தேவன், நம்முடைய ராஜாதி ராஜா நமக்காக ആമേൻ எந்த ஆமேன் அதிகாரத்தோடும் இடைப்பட முடிகிற வல்லமையுள்ள தேவன். രാജാതി രാജാവ് ഏത് അധികാരത്തിനോടും നമുക്ക് അനുകൂലമായി ഇടപെടുവാൻ കഴിവുള്ള രാജാതി രാജാവ്. ஆமென் ஹalleluya. அப்படி என்று சொன்னால் நிச்சயமாகவே ஆமென் உங்களுடைய வாழ்க்கையிலே ஆமென் நீங்க abundant favor இந்த ஆண்டில் அனுபவிப்பீங்க. ഓ, അങ്ങനെയാണ് നിശ്ചയമായി നിങ്ങൾ അസാധാരണമായ ദൈവപ്രസാദത്തെ ഈ വർഷം നിങ്ങൾ അധികമായിട്ട് അനുഭവിക്കാൻ തുടങ്ങും. அந்த எஸ்தர் புத்தகத்துடைய கடைசியில நம்ம பார்க்கும் பொழுது ஆமென் ஹalleluya, நம்ம மொர்தெக்காய் எஸ்தர் ஆமென் இவர்கள் செய்த இவர்களுக்கு ஒரு விசேஷ அதிகாரம் கிடைத்து அங்க கடைசியில நம்ம பார்க்கிறோம் ஆமென் பூரு என்று யூதர்களுக்கு விரோதமாக வந்ததான அந்த கையெழுத்து அது பூரின் பண்டிகையாக, அது ஒரு செலிப்ரேஷன் ஆக, அது ஒரு கொண்டாட்டமாக மாறத்தக்கதாக ஆமென் காரியங்கள் മാറുതലായിട്ട് എന്ന വാർത്ത சொல்கிறது. നമുക്ക് കാണാൻ സാധിക്കും എസ്തർ പുസ്തകത്തിനകത്ത് ഇവരുടെ മേൽ ഈ അധികാരം ലഭിച്ചതിന് ശേഷം, ഇവർക്ക് അധികാരം ലഭിച്ചു, ഇവർക്ക് വിരോധമായിട്ടുള്ള പൂര എന്നുള്ള കൈയെഴുത്തിനെ മായ്ച്ച് പുരീം എന്ന സെലിബ്രേഷൻ ആക്കി, അതൊരു ട്രയംഫ് ആക്കി, അതൊരു ആഘോഷമാക്കി അവർ മാറ്റിയത്. ആമേൻ. இந்த ஆண்டு தேவனுடைய பிள்ளைகள் வாழ்க்கையிலே சில பூருகள் எல்லாம் அது பூரிமாக மாறுகிற ஆண்டாக மாறுகிறது. ഓ, ഈ വർഷം നിങ്ങൾക്ക് വിരോധമായ ചില പൂരുകൾ അത് നിങ്ങൾക്ക് അനുകൂലമായ പുരീമായി അത് മാറാൻ പോകുകയാണ്. ആമേൻ. உங்க குடும்ப வாழ்க்கையிலே பூருகள் அது பூரிம் பண்டிகையாக மாறுகிறது. നിങ്ങളുടെ ഫാമിലിക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ആമേൻ പൂര് നിങ്ങൾക്ക് വിരോധമായിട്ടുള്ളത് അത് പുരീമായി, അതൊരു സെലിബ്രേഷനായി, അതൊരു ആഘോഷമായി, അതൊരു മഹത്വമായി വെളിപ്പെടാൻ പോകുകയാണ്. ஆமென். தேவனுடைய பிரசன்னத்திலே ஆமென் நெருங்க முடியாமல் சத்ருவானவன் உங்களுக்கு விரோதமாக வைத்திருக்கிற சகல பூரும் இந்த ஆண்டில் அது பூரிமாக மாறுகிறது. ഓ, നിങ്ങൾക്ക് വിരോധമായി ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റാതെ, നിങ്ങൾക്ക് വിരോധമായി ശത്രു വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ വളരാൻ പറ്റാത്ത വിധം ശത്രു വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ആത്മീക മേഖലയിൽ ഉയരാൻ പറ്റാതെ വണ്ണം ശത്രു വെച്ചിരിക്കുന്ന ചില പൂരുകൾ അത് പുരീമായി, അതൊരു സെലിബ്രേഷനായി മാറാൻ പോകുകയാണ്. உங்களுடைய நன்மைகளை தடை பண்ணி ஆமென் ஹalleluya துக்கத்தோடு ஆமென் ஆமென் பல ஆமென் விலாபத்தோடு கூட ஆமென் ஹalleluya கை கெட்டாத நிலைமையிலே சத்ருவானவன் சில பூருகளை கொண்டு வந்திருக்கிற எல்லா எல்லைகளிலேயும் கர்த்தர் இந்த நாளில் விட்டுக்கொடு, தடை பண்ணாதே என்று சொல்லி சில பூரை பூரி பண்டிகையாக ஆமென் மாற செய்கிறார். ഓ, നിങ്ങൾക്ക് ലഭിക്കേണ്ട ചില നന്മകൾ, നിങ്ങൾക്ക് ലഭിക്കേണ്ട, നിങ്ങളുടെ കരത്തിൽ വരേണ്ടത് അത് കർത്താവ് തടസ്സപ്പെടുത്താതെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ് അതിനെ പുരീമാക്കി കർത്താവ് മാറ്റാൻ പോകുകയാണ്. இத நான் சொல்லும் பொழுது எதெல்லாமோ டிவைஸ்ல
தேவனுடைய வல்லமை இறங்கி அமேன் ஹalleluya ஆவிக்குரிய மண்டலத்தில் சிலதெல்லாம் கட்டவிழ்க்கப்படுகிறதை நான் ஆவியிலே உணர்கிறேன். ഞാൻ കാണുന്നു ഇത് പറയുമ്പോൾ ചില ഡിവൈസുകളിൽ ആത്മീക മണ്ഡലത്തിൽ ചിലത് റിലീസ് ആവുന്നു, നിങ്ങളുടെ കരത്തിലേക്ക് വരുന്നത് കാണുന്നു. அமேன் ஆவியானவர் சொல்கிறார் அது நாளைக்கு அல்ல, அமேன் இப்பொழுதே உங்களுக்காக கர்த்தருடைய பலத்த கரம் சில எல்லைகளிலே அசைவாடுகிறது. ഓ ഹെമ്മേൻ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഹല്ലേലൂയ ആവിക്കുரிய മണ്ഡലങ്ങളിലെ പരലോക ദൂതர்கள் അമേൻ ഹല്ലേലൂയ അമേൻ ചില വാനമണ്ഡല സേനകളോട് പോരാടി உங்களுக்கு விரோதமாக நிற்கிற சிலதை അമേൻ മാറ്റി ചിലதை പൂർണ്ണமாக വെളിപ്പെട பண்ணுகிறது. വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെ ഇടപെട്ട് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലതിനെ നിങ്ങൾക്ക് അനുകൂലമായി പുരിയും ഒരു സെലിബ്രേഷൻ ആക്കി ഒരു ട്രയംഫ് ആക്കി നിങ്ങളുടെ ലൈഫിൽ കർത്താവ് മാറ്റാൻ அமேன் டிவைஸ்களை பார்த்து நாங்க டிக்ளேர் பண்ணுகிறோம். அமேன் நீங்க பூரிமை அமேன் செலிப்ரேட் பண்ண போறீங்க, பூரிமை செலிப்ரேட் பண்ண പോறீங்க. ഓരോരുത്തരെ നോക്കി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും നിങ്ങൾ പുരിയും സെലിബ്രേഷനിലേക്ക് പ്രവേശിക്കാൻ പോകുക, നിങ്ങൾ സെലിബ്രേഷനിലേക്ക് പ്രവേശിക്കാൻ പോകുക. அது மட்டுமல்ல அமேன் எஸ்தர்களே உங்களுடைய கையினால சிலது டர்ன் ஆக போகிறது. மொர்தெகாய்களே உங்களால் அமேன் யூதர்களுக்கு சில நன்மை கேணுவானது சில പൂരെല്ലാം പൂരിமாக ടേൺ ആക പോകുന്നത്. ഇതിനകത്ത് ഞങ്ങൾ കേൾക്കുന്ന എസ്തർമാരോടും മൊർദെഖായിമാരോടും ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ കരത്താൽ ചിലത് അനുകൂലമായി മാറാം, ചിലത് തിരിയാൻ പോകുക, ചിലത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തിരിയാൻ പോകുക. നിങ്ങൾക്ക് വിരോധമായ കയ്യെഴുത്തുകൾ മായ്ക്കപ്പെട്ട് അതൊരു പുരിയുമായി, അതൊരു സെലിബ്രേഷനായി, ഒരു ആഘോഷമായി വെളിപ്പെടാൻ പോകുക. ஆமென். இந்த ஆண்டு தேவனுடைய பிள்ளைகள் அந்த டிவைன் அத்தாரிட்டியில சிலவைகளை பெற்றுக்கொள்கிற ஆண்டாக மாறுகிறது. ഈ നാളുകളിൽ ദൈവികമായ അധികാരത്താൽ ചിലത് നിങ്ങൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറാൻ പോകുക. இந்த நேரத்தில் நீங்க இருக்கும் பொழுதே உங்களுக்கு விரோதமாக நிற்கிற சகல பூரிமையும் அதிகாரத்தோடு கூட கட்டளையிட கர்த்தர் ஆவியானவர் சொல்கிறார். ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അധികാരത്തോടെ ചില വിഷയത്തിന്മേൽ കമാൻഡ് ചെയ്യാൻ ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ நீங்கள் பூரிமை செலிப்ரேட் பண்ணுவது மட்டுமல்ல, உங்களால் சில பூரிகள் பூரிமாக டர்ன் ஆகிற கர்த்தருடைய செயல்களை நீங்க பார்ப்பீங்க. പൂരിയം സെലിബ്രേറ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ മൂലം നിങ്ങൾക്ക് വിരോധമായ ചില കയ്യെഴുത്തുകൾ മായ്ക്കപ്പെട്ട് നിങ്ങൾക്ക് വിരോധമായ ചില പൂരുകൾ അത് പുരിയുമായി മാറാൻ പോകുക. ഹല്ലേലൂയ. இந்த ஆண்டு அமேன் சில பர்టిక్యులரான தேசங்கள் மீது அமேன் கர்த்தருடைய ஆளுகை திட்டவட்டமாக வெளிப்படும். ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഈ വർഷത്തിൽ അമേൻ ചില പ്രത്യേക സ്ഥലങ്ങളിൽ എല്ലാം ദൈവാത്മാവിന്റെ വാഴ്ച അസാധാരണമായിട്ട് വെളിപ്പെടും. അവിടുത്തെ അധികാരങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത് പോലെ ആമേൻ ദൈവം ചില ദേശങ്ങളെ അമേൻ ചില പട്ടണങ്ങളെ എല്ലാം അമേൻ ഹല്ലേലൂയ അമേൻ ഭരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത് ദൈവജനം കാണും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്തരുடைய பலத்த கரத்தை இந்த ஆண்டு நீங்க காண்பீங்க. കർത്താവിന്റെ അതിശക്തമായ കരത്തെ ഈ നാളുകളിൽ നിങ്ങൾ കാണും. ஆமென் ஹalleluya. ஆவியானவர் சொல்கிறார், கடந்த ஆண்டுகளை விட ஆமென் ஹalleluya அவருடைய கரத்தினுடைய செயல்களுடைய டெமான்ஸ்ட்ரேஷன் அதிகமாக தேவனுடைய பிள்ளைகள் இந்த ஆண்டு காண்பீர்கள். ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ദൈവത്തിന്റെ ശക്തിയുടെ ഒരു പ്രദർശനം, കരത്തിന്റെ പ്രദർശനം ഈ വർഷം നിങ്ങൾ കാണുവാൻ തുടങ്ങും. ஆவியானவர் இடத்துல சொல்கிறார், உங்களோடு அமேன் அமேன் சில வாதாடுகிறதான அமேன் சில அமேன் நபர்கள், നിങ്ങളോട് എതിർക്കുന്ന ചില വ്യക്തികൾ, அமேன் உங்களுக்கு சிலதை விட்டு கொடுக்காம தடை பண்ணி உங்களோடு மானுஷிகமாக உங்களை கண்டு உங்களோடு போராடுகிறதான சில ஹாமானுடைய വല്ലமை, നിങ്ങൾക്ക് നൽകേണ്ട നന്മ തരാതെ, നിങ്ങളുടെ കരത്തിൽ വരേണ്ടത് തരാതെ തടസ്സപ്പെടുത്തി നിങ്ങൾക്ക് വിരോധമായി போராடுന്ന ചില ഹാമാനിയ ശക്തികൾ. ஆனால் ஜீவனுள்ள தேவன் உங்களோடு கூட இருக்கிறார் என்பதை அவர் இந்த ஆண்டு உங்களுக்காக நிரூபிக்கிற ஒரு ஆண்டாக மாறுகிறது. എന്നാൽ ജീവനുള്ള ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആമേൻ അത് തെളിയിക്കുന്ന ഒരു വർഷമായി ഇത് മാറാൻ പോകുകയാണ്. ആമേൻ. நீங்க நிச்சயமாக ஆமென் செலிப்ரேட் பண்ண போறீங்க. നിങ്ങൾ നിശ്ചയമായി ആഘോഷിക്കുന്ന ഒരു വർഷമായി മാറാൻ പോവുക. ஹalleluya. அது மட்டுமல்ல ஆமென். அந்த அங்கே 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 பூரிம் பண்டிகை வந்த உடனே என்ன ஆச்சுன்னு தெரியுமா? யூதர்கள் ஆண்டு அதை செலிப்ரேட் பண்ணும்படியாக அதை இஸ்ரவேலுடைய வாழ்க்கையிலே ஒரு செலிப்ரேஷனாகவே மாறிச்சு.
അമേൻ പൂരിയുമായി അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതെന്ത് ചെയ്തു? യഹൂദന്മാർ, ഇസ്രായേൽ ജനങ്ങൾ വർഷം അത് അവരുടെ ഒരു ആഘോഷമാക്കി മാറ്റി. ലാസ്റ്റ് ഇയർ വരേക്കും അവர்கள் இந்த பூரிம் பண்டிகையை கொண்டாடினார்கள். കഴിഞ്ഞ വർഷം വരെ അവർ ഈ സെലിബ്രേഷൻ ചെയ്തിരുന്നു. அப்படி என்று சொன்னால் நிரந்தரமான சில பூரிமினுடைய அனுபவங்கள் உங்களுடைய வாழ்க்கையிலே உண்டாகும். അമേൻ. അത് വർഷം ചില പൂരിമിന്റെ സെലിബ്രേഷനുകൾ, നിരന്തരമായ കണ്ടിന്യൂസ് ആയ ചില ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. റിപ്പീറ്റ് பண்ணி தேவ ஆவியானவர் சொல்கிறார், உங்களுக்கு விரோதமான சில கையெழுத்துக்களை கர்த்தர் ആമേൻ ഹല്ലേലൂയ കൽവാരി സിലുവയിലെ അഴിച്ചു വിട്ടാர். വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമായ ചില കൈയെഴുത്തുകളെ കാൽവരി ക്രൂശിൽ കർത്താവ് മായ്ച്ചു കളഞ്ഞു. ആമേൻ ഹല്ലേലൂയ. இந்த ஆண்டு உங்களுக்கு சுதந்திரத்தினுடைய ஆண்டாக மாறுகிறது. വർഷം നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വർഷമായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നിശ്ചയമാകவே ആമേൻ ഒരു பெரிய சுதந்திரத்தை அனுபவிக்கிற ஆண்டாக மாறுகிறது. നിങ്ങൾ യഥാർത്ഥമായി ഒരു സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്ന വർഷമായി മാറാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 2ാவது அதிகாரம் 14வது வார்த்தை விதமாக சொல்கிறது. 2 കൊരിന്ത്യർ അതിന്റെ 2ാவது அதிகாரம் அதனுடைய 14வது വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. വാർത്ത വിധமாக சொல்கிறது, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ആമേൻ സ്തോത്രം എന്ന്. ക്രിസ്തുവേശുവിൽ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ആമേൻ ഏത് സമയത്തും അവിടുത്തെ പരിജ്ഞാനത്തിന്റെ വാസനയായി നമ്മൾ മാറ്റുകയും ചെയ്യുന്ന, തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവുക്കുൾ എപ്പോഴും ഞങ്ങളെ വെറ്റി സിറക്ക പണി. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി. ആമേൻ. എല്ലായിടങ്ങളിലെയും ഞങ്ങളെ കൊണ്ട്, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവരെ അറിகிற അറിവിൻ വാസനയെ വെളിപ്പെടുത്തുகிற ദൈവനുക്ക് സ്തോത്രം. തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇത് ആമേൻ இந்த ஆண்டு கர்த்தர் நமக்கு தந்த ஒரு வாக்குத்தத்த வசனம். ഈ വർഷം ദൈവം നമുക്ക് തന്ന ഒരു വാഗ്ദത്ത വചനമായി. அதனால எல்லாரும் சேர்ந்து அதை டிக்ளேர் பண்ணுங்க. ஆமென். என்னுடைய வாழ்க்கையிலே கிறிஸ்துவுக்குள் எப்பொழுதும் என்னை வெற்றி சிறக்க பண்ணுகிற கர்த்தருக்கு ஸ்தோத்திரம். ആമേൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൺഫസ് ചെയ്ത് ഏറ്റു പറഞ്ഞു, ഏത് സമയത്തും എല്ലാ സമയത്തും ഏത് സാഹചര്യത്തിലും എന്നെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. அன்பான தேவனுடைய பிள்ளைகளே, கடந்த ஆண்டுகள் வரைக்கும் உங்களுடைய சில இடங்களிலே நீங்க வெற்றியை பார்த்திருப்பீங்க. കഴിഞ്ഞ ആ വർഷത്തിലെല്ലാം ചില മേഖലകൾ നിങ്ങൾ ജയത്തെ കണ്ടിരുന്നു. கடந்த நாட்களிலெல்லாம் சில எல்லைகளிலே வித்தியாசங்களை பார்த்திருப்பீங்க. കഴിഞ്ഞ നാളുകളിലെല്ലാം ചില മേഖലകൾ നിങ്ങൾ ജയത്തെ കണ്ടിരുന്നു. ஆனால் சில எல்லைகளிலே தோல்வியையும் பயத்தையும் துக்கத்தையும் நீங்க சந்தித்திருப்பீங்க. പക്ഷെ ചില മേഖലകളിൽ ഭയങ്കര പരാജയത്തെ, വലിയ ദുഃഖത്തെ, വലിയ നിരാശകളാണ് നിങ്ങൾ അനുഭവിച്ചത്. ஆனால் இங்கே வார்த்தை என்ன சொல்கிறது? பவுல் அப்போஸ்தலர் சொல்கிறார், ஆமென், கிறிஸ்து இயேசுவுக்குள் என்னது எப்பொழுதும் எங்களை வெற்றி சிறக்க பண்ணுகிறது. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ ഏതു സമയത്തും എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി, ഏത് സമയത്തും ജയോത്സവമായി നടത്തുന്നു. ആമേൻ. എല്ലാവരും അറിയിക്കെ பண்ணுங்க, எப்பொழுதும் வெற்றி. എല്ലാരും അത് ഏറ്റു പറഞ്ഞ് ഏത് സമയത്തും ജയം. ആമേൻ. എല്ലാ ഇടത്തിലെയും വെற்றி, എല്ലാ സ്ഥലങ്ങളിലും ജയം. ആമേൻ. எனக்கு கிறிஸ்துவுக்குள் எப்பொழுதும் நான் வெற்றி சிறப்பேன். ഞാൻ ക്രിസ്തുവിൽ ഏത് സമയത്തും ജയകരമായി நீங்க ஒருவேளை கேட்கலாம், இஸ் இட் பாசிபிள்? இது தேவனுடைய பிள்ளைகளை பொறுத்த அளவுக்கு இது நடக்குமா? என்னுடைய வாழ்க்கையை நான் உற்று பார்க்கும்போது இதற்கான எந்த வாய்ப்புமே இல்லையே நீங்க சொல்லலாம். നിങ്ങൾ പലപ്പോഴും നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത് നടക്കുമോ? എനിക്ക് ഇതിനുള്ള സാഹചര്യങ്ങളിലോ എന്റെ അവസ്ഥ നോക്കിയാൽ ഇങ്ങനെ എപ്പോഴും ഒരു ജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുമോ? ஆனால் வார்த்தை சொல்கிறதே, வானமும் பூமியும் மாறினாலும் மாறாத தெய்வ வார்த்தை சொல்கிறது, எஸ், கிறிஸ்து இயேசுவுக்குள் எப்பொழுதும் வெற்றி சிறக்க பண்ண முடியும். എന്നാൽ ആകാശം ഭൂമി മാറിയാലും മാറാത്ത വചനം പറയുന്നു, ഏത് സമയത്തും നമ്മളെ ജയകരമായി നടത്തുന്നു. அப்போ பவுல் எதை வைத்து சொல்கிறார்? ஆமென். எப்பொழுதும் வெற்றி சிறக்க பண்ண முடியும் சொல்லிட்டு. എന്നാൽ പൗലോസ് ഏതല്ല പറയുന്നത്, ഏത് സമയത്തും ജയകരമായി നടക്കാൻ സാധിക്കുമെന്ന്. நிச்சயமாகவே ஒரு தேவனுடைய பிள்ளைக்கு எல்லா எல்லைகளிலும் வெற்றி சிறக்க பண்ண முடியும். നിശ്ചയമായി ഏത് സാഹചര്യത്തിലും ഏത് എൻഡിലും, ഏത് അതിരുകളിലും
ദൈവമക്കൾക്ക് ജയോത്സവമായി നടക്കുവാനായിട്ട് സാധിക്കും. ஏனென்று சொன்னால் நம் ஆராதிக்கிற ஜீவனுள்ள கிறிஸ்துவானவர் தன்னுடைய வாழ்க்கையினுடைய எல்லா எல்லைகளிலும் வெற்றி சிறந்தவராக இருந்தார். ഹല്ലേലൂയ. കാരണം ആമേൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സകലരും ഏത് സാഹചര്യത്തിലും അവർ ഏത് അതിരുകളിലും ഏത് സമയത്തും അവർ ജയകരമായി നടന്നവരാ. கிறிஸ்துவனுடைய வாழ்க்கையை உற்று பார்த்தால் அவர் தோற்கடிக்கப்பட்டதான ஒரு எல்லை கூட இல்ல. യേശു ക്രിസ്തുവിന്റെ ലൈഫിലേക്ക് നമ്മൾ നോക്കിയാൽ, ക്രൈസ്റ്റിലേക്ക് നോക്കിയാൽ അവർ പരാജയപ്പെട്ട ഒരു മേഖല പോലും ഇല്ല. ആമേൻ. ഈവൻ ഒരു വാർത്ത കൂടെ മിസ്സായി അവർ തോற்கடிக்கப்பட்டதில்லை. ഒരു വാക്കിൽ പോലും യേശു കർത്താവ് പരാജയപ്പെട്ടു. நம்ம கடந்த நாட்களை பார்த்தோம். அவர் பேசினார், உடனே ஜனம் சொல்வார்கள், ஓ அமேசிங். നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു, അവർ സംസാരിച്ചാൽ ജനങ്ങൾ പറയും ഇറ്റ്സ് അമേസിംഗ്, വിസ്മയിപ്പിക്കുന്നതാ, അതിശയിപ്പിക്കുന്നതാ. അവർ ഏதாவது செய்தால் உடனே ஜனங்கள் சொல்வாங்க அமேசிங். കർത്താവ് എന്തെങ്കിലും ചെയ്താൽ പറഞ്ഞാൽ മറ്റുള്ളവർ പറയും ഇത് അതിശയകരമാ, ഇത് ആശ്ചര്യമായിരിക്കുന്നു. അവർ മൗനമായി ഇരുന്നാൽ കൂടെ ജനങ്ങൾ சொல்வாங்க അമേസിംഗ്. അവർ മിണ്ടാതിരുന്നാൽ പോലും ജനങ്ങൾ പറയുന്നു ഇത് ആശ്ചര്യമായിരിക്കുന്നു. ஏனென்று சொன்னால் அவர் அமேன் ஹalleluya வெற்றி சிறந்தவராக, அமேன், தேவனுடைய சகல பரிபூர்ணம் உள்ளவராக இருந்ததினாலே சகல இடத்திலேயும் அவர் வெற்றி சிறந்தவராக இருந்தார். കാരണം യേശു കർത്താവ് ആ പിതാവിന്റെ പരിപൂർണത ഉള്ളത് കൊണ്ട് സകലയിടത്തും ജയകരമായ ജീവിതം നയിച്ചു. അൻപാന தேவனுடைய பிள்ளைகளே, எல்லா இடத்திலேயும் நாமே வாயினால வாதாடும் பொழுது அல்ல வெற்றி சிறப்பது. ദൈവമക്കളെ, എല്ലാ സ്ഥലത്തും നമ്മൾ വാ കൊണ്ട് സംസാരിക്കുമ്പോഴല്ല, സംസാരിച്ച് ജയിക്കുന്നവരല്ല. അമേൻ. ചില இடத்தில் மௌனம் தான் நம்முடைய வெற்றிக்கு பின்னாக இருக்கிறது. ചില മേഖലകളിൽ മൗനമാണ് നമുക്ക് ജയത്തിന് കാരണമായി തീരുന്നത്. ഹല്ലേലൂയ. ஒருவேளை நாம் நினைக்கலாம் நம்முடைய സോൾക്ക് തൃപ്തി നാമ പേசி നമ്മ സൈഡ് അമേൻ ജയിക്ക വയ്ക്കുമ്പോൾ தான். പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു ഞാൻ പറഞ്ഞ് എന്റെ സൈഡിനെ ക്ലിയർ ചെയ്ത് വേണം ഞാൻ ജയിക്കാനെന്നാ നമ്മൾ തീരുമാനിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവുக்கு 100% താൻ ദൈവകുമാരനെ പ്രൂവ് பண்ணதான എല്ലാ സാക്ഷ്യവും இருக்கிறது. യേശു കർത്താവിന് താൻ ദൈവപുത്രനാണെന്ന് 100% തെളിയിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട്. ஆனால் அவர் മൗനമായിരുന്ന് ദൈവകുമാരന്റെ വല്ലമയോട് കൂടെ നിരൂപിത കർത്താർ. എന്നാൽ താൻ അവിടെ മൗനമായിരുന്ന് ദൈവപുത്രനാണെന്ന് അമേൻ കർത്താവ് അവിടെ തെളിയിക്കുക ചെയ്തു. അമേൻ. பாருங்க, இந்த ஆண்டு பரிசுத்த ஆவியானவர் உங்களை இந்த அமேசிங் லைஃப கற்றுக் கொடுக்க போகிறார். ഈ വർഷം കർത്താവ് ഇങ്ങനെയുള്ള വിസ്മയിപ്പിക്കുന്ന ജീവിതത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുകയാണ്. എത്ര പേർ சொல்லுவீங்க yes I receive it? ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് എത്ര പേർ പറയും? எனக்கு இயேசுவை போல இப்படி அமேசிங்கா അമേൻ என்னுடைய பர்சனல் லைஃப் இருக்கணும்னு சொல்லி എത്ര പേർ വിചാരിக்கிறீங்க? യേശുവിനെ പോലെ ഇങ്ങനെ ഒരു വിസ്മയിപ്പിക്കുന്ന ജീവിതം, മറ്റുള്ളവരോട് എതിർത്ത് സംസാരിച്ച് മറ്റുള്ളവരെ ഞാൻ നീതിമാനാണെന്ന് പറഞ്ഞു ജയിക്കുന്നതല്ല. ആരെന്തു പറഞ്ഞാലും, ആരെനിക്കെതിരെ എന്ത് സംസാരിച്ചാലും അവിടെ സൈലന്റായി നിന്ന് മൗനമായി ഇരുന്ന് അമേൻ അവരെ അതിശയിപ്പിക്കുന്ന, വിസ്മയിപ്പിക്കുന്ന ആ ക്രൈസ്റ്റിൻ്റെ ഒരു ലൈഫിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ അമേൻ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ஏன் கிறிஸ்துவானவர் சில இடத்திலே மௌனமாய் இருந்தார் என்று கேட்டால், அமேன், அவருடைய வேலையல்ல அவர் தெய்வபுத்திரன் என்று நிரூபிப்பது, அனுப்பின பரலோக தகப்பனுடைய வேலை அது നിരൂപിപ്പത്. കാരണം യേശു കർത്താവ് അവിടെ എല്ലാം മൗനമായിരുന്നത് താൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത് യേശുവിൻ്റെ കടമയല്ല, അത് യേശുവിൻ്റെ ഉത്തരവാദിത്തമല്ല, യേശുവിനെ അയച്ച പിതാവിന്റെ ഉത്തരവാദിത്തമാ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾ യു ആർ സൺ ഓഫ് ഗോഡ്. ആമേൻ. ഇതുപോലെ നിങ്ങളും ദൈവപുത്രന്മാരാ. உங்களுடைய பக்கத்தில் ஒரு நீதி இருக்குது என்று சொன்னால் அதை நிரூபிக்க வேண்டியது நீங்கள் அல்ல, உங்களுக்கு ஒரு பரலோக தகப்பன் இருக்கிறார். നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തെളിയിക്കേണ്ട കാര്യമില്ല, സ്വർഗ്ഗത്തിലെ പിതാവത്രേ അത് തെളിയിച്ചു തരുന്നത്. நீங்கள் மௌனமாய் இருக்கும் பொழுதே பரலோக தூதர்கள் அமேன் இறங்கி அமேன் வல்லமையோடு கூட நீங்க தெய்வ குமாரர்கள் என்று நிரூபிக்கப்படும். ഹല്ലേലൂയ. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ആമേൻ നിങ്ങൾ ദൈവപുത്രന്മാരാണെന്ന് ശക്തിയോടെ പിതാവ് തെളിയിക്കുവാൻ തുടങ്ങും. நான் பார்க்கிறேன் டிவைஸ்ல अनेक நபர்களே இந்த ஆண்டு கிறிஸ்து என்கிறதான அச்சில போட்டு அவர் அற்புதமாக கிறிஸ்துவினுடைய சாயലിനെ ഉരുവാക്ക വാഞ്ചിக்கிறார். ഹല്ലേലൂയ. ഞങ്ങൾ കാണുമ്പോൾ അനേകരെ ആ ക്രിസ്തു എന്ന അച്ചിലിട്ട് അനേകരെ ആ ക്രിസ്തുവിന്റെ രൂപാന്തരത്തിലേക്ക് മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ஒருவேளை உங்களுடைய பேச்சை பார்த்து மற்றவங்க
உங்களை இதுவரைக்கும் விலை போட்டிருக்கலாம். ഹല്ലേലൂയ. മറ്റുള്ളവർ നിങ്ങളുടെ സംസാരം കേട്ട് അത് കണ്ടിട്ട് നിങ്ങൾക്കൊരു വില ഇട്ടേക്കുമായിരിക്കും. ஒருவேளை நீங்க இப்படி செய்யறத பார்த்து அப்படி செய்யறத பார்த்து மற்றவர்கள் உங்களுக்கு விலை போட்டிருக்கலாம். നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടത്, ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് നിങ്ങൾക്കൊരു വില ഇട്ട് വെച്ചേക്കുമായിരിക്കും. ஆனால் ஹalleluya, இந்த ஆண்டு மெய்யாகவே தெய்வ பிள்ளைகளுடைய விலை உயர்கிற ஆண்டாக மாறுகிறது. എന്നാൽ ഈ വർഷം ദൈവമക്കളുടെ വില ഉയർത്തുന്ന, തല ഉയർത്തുന്ന ഒരു വർഷമായി മാറും. என்று சொன்னால் ஆமென், நீங்க கிறிஸ்துவின் கூட அச்சில வர 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 உங்களுடைய செயல்கள், பேச்சுக்கள், நடக்கை எல்லாம் மாற போகிறது. നിങ്ങൾ ക്രിസ്തുവിന്റെ അച്ചിലേക്ക് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ വാക്കുകൾക്കെല്ലാം വ്യത്യാസം വരാൻ തുടങ്ങും. ஹalleluya, ஆவியானவர் உங்களை கட்டி எழுப்ப விரும்புகிறார். കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ஹalleluya, அன்பான தேவனுடைய பிள்ளைகளே, பவுல் தைரியமாக சொல்கிறார், கிறிஸ்துவுக்குள் எப்பொழுதும் எங்களை வெற்றி சேர்க்க பண்ணுகிற தேவனுக்கு ஸ்தோத்திரம். ക്രിസ്തുവിൽ ഏതു സമയത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്നു എന്ന്. ஆமென், ஹalleluya. இது மெய்யாக நடக்குமா என்று சொன்னால் ஆமாம். எப்படி என்று கேட்டால் ஆமென், ஹalleluya, நாம் ஜெயிக்கும்படியாக, நாம் எல்லா எல்லைகளிலே வெற்றி சிறக்கும்படியாக நம் கர்த்தராகிய இயேசு கிறிஸ்து ஆமென் கல்வாரி சிலுவையிலே சகலவற்றுக்கும் மேலாக வெற்றி சிறந்தவராக இருக்கிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇതെങ്ങനെ സാധിക്കും? ഞാൻ ഈ വിഷയത്തിലെല്ലാം ജയിക്കാൻ, ഞാൻ പ്രശ്നത്തിൽ ജയിക്കാൻ, എന്നെ ജയിപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സകല വിഷയത്തിലും കർത്താവ് ജയാളിയായി മാറി. അമ്മേ, നമുക്ക് വിരോധമായിരുന്ന ഒരു விஷயத்து மேல, രണ്ട് விஷயத்து மேல, மூணு விஷயத்து மேல அல்ல, நமக்கு விரோதமாக இனி எழும்ப வாய்ப்புகள் இருக்கிற விஷயத்துல கூட கர்த்தராகிய இயேசு கிறிஸ்து வெற்றி சிறந்தவராக இருக்கிறார். നമ്മളെ തോൽപ്പിക്കാൻ, നമ്മളെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് വിരോധമായി നിന്ന ഒന്നോ രണ്ടോ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനുള്ള, നമ്മളെയൊക്കെ പരാജയപ്പെടുത്തുവാൻ വരാനുള്ള വിഷയത്തിൽ പോലും കർത്താവ് എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ ജയം ഏറ്റെടുത്തു. ஹalleluya, வார்த்தை சொல்கிறது ஆமென், ஹalleluya, ஆமென். அந்த அதிகாரத்தையும் துரைத்தனங்களை எல்லாம் ஆயுதம் கீழாக வைத்து ஆமென் அவைகள் மீது வெற்றி சிறந்தார் என்று சொல்லி, வாட்சிகளെയും അധികാരങ്ങളെല്ലാം ആയുധവർഗം വെപ്പിച്ചു അവരുടെ മേൽ ജയത്തെ കർത്താവ് കൊണ്ടുവന്നു. உங்களுக்கு தெரியுமா, இனி உங்களை எந்த எல்லையிலும் தோற்கடிக்க சத்துருடைய கையிலே ஆயுதங்கள் இல்லை. നിങ്ങളെ ഒരു രീതിയിൽ ഇനി പരാജയപ്പെടുത്തുവാൻ ശത്രുവിന്റെ കയ്യിൽ ആയുധമില്ല എന്ന് നിങ്ങൾക്കറിയാമോ? ஆனால் நீங்கள் சர்வாயுத வர்க்கங்களுடையவர்களாக இருக்கிறீர்கள். എന്നാൽ നിങ്ങളോ, നിങ്ങൾ സർവായുധ വർഗം ധരിച്ചിരിക്കുന്നവരാ. ஹalleluya. அப்ப பாருங்க ஆமென், ஆயுதம் இல்லாத ஒருவன் ஆயுதம் ஆமென் தரித்த ஒருவனிடத்திலே போராடும் பொழுது யார் நிச்சயமாக வெற்றி பெறுவார்? ഹല്ലേലൂയ. ആയുധമില്ലാത്ത ഒരു വ്യക്തി ആയുധമുള്ളവനോട് പോരാടുമ്പോൾ ആരാ യഥാർത്ഥത്തിൽ ജയം പ്രാപിക്കുന്നത്? அது மட்டுமல்ல அன்பான தேவனுடைய பிள்ளைகளே, ஆமென், கிறிஸ்து இயேசுவானவர் ஆமென் இனி சத்துரு தந்திரங்களோடு மட்டும்தான் வருகிறான். அவன் ஒன்றிலே தோற்கடித்து விட்டால் அவன் மீண்டுமாக போய் அடுத்த ஒரு தந்திரத்தை ஆமென் செய்து கொண்டிருப்பான். ഹല്ലേലൂയ. എന്നാൽ ശത്രു എന്ത് ചെയ്യും? അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരും. ഒന്നിൽ അവൻ തോറ്റു, എന്നാൽ അടുത്ത തന്ത്രം മെനഞ്ഞുകൊണ്ട് അവൻ വരും. ஆமென். இனி அவன் செய்ய இருக்கிற தந்திரமாக இருந்தால் கூட அதையும் என் கர்த்தராகிய இயேசு கிறிஸ்து கல்வாரி சிலுவையிலே வெற்றி சிறந்தவராக இருக்கிறார். അവൻ പ്ലാൻ ചെയ്യാനിരിക്കുന്ന തന്ത്രത്തിന് പോലും യേശു കർത്താവ് കാൽവരി ക്രൂശിൽ അവനെ പരാജയപ്പെടുത്തി என்று சொன்னால் ஆமென், கல்வாரி சிலுவையினுடைய வெற்றி அது பெர்ஃபெக்ட் சாக்ரிஃபைஸ், அதனால அது பெர்ஃபெக்ட்டான ஜெயமாக இருக்கிறது. ഹല്ലേലൂയ. അവൻ കാൽവരി ക്രൂശിലെ യേശു കർത്താവിന്റെ യാഗം അത് പരിപൂർണമായ യാഗമായിരിക്കുന്നു. അതുകൊണ്ട് പരിപൂർണമായ ജയത്തെ കർത്താവ് ആമേൻ കാൽവരി ക്രൂശിൽ നേടിയെടുത്തിരിക്കുന്നു. அப்போஸ்தலர்கள் அந்த சிலுவையை பார்க்க விசேஷ விதமாக பவுல் சொல்கிறார், கர்த்தராகிய இயேசு கிறிஸ்துவினுடைய சிலுவையில் அல்லாமல் எனக்கு புகழ வேற ஒன்றுமே இல்லை என்று சொல்லி. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലല്ലാതെ ആമേൻ എനിക്ക് മറ്റൊന്നും പറയാനിട്ടില്ല. ஆமென், ஹalleluya. அந்த பவுல் பிரசம்சை பண்ணுகிறான் சொன்னால், அது அவன் புகழ்கிறான் என்று சொன்னால் அது கல்வாரி சிலுவை மட்டும்தான். കാൽവരി ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇല്ലെന്നാ പൗലോസ് പറയുന്നത്. அப்போ ஏன் நம்ம கல்வாரி சிலுவையை பார்க்கும்போது அங்க அடிக்கப்பட்ட கிறிஸ்துவை மட்டும் பார்க்கிறோம்,
பார்க்கிறோம், அங்கே நமக்கு புகழ எதுவுமே நம்ம இதுவரை நம்முடைய பிசிக்கல் கண்ணால கண்டதில்லை. എന്നാൽ നമുക്ക് കാൽവരി ക്രൂശിൽ എന്താ നമുക്ക് പ്രശംസിക്കാൻ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത്? ஏன் என்று சொன்னால் நாம் கல்வாரி சிலுவையிலே நடந்ததனுடைய ரகசியங்களையும் மர்மங்களையும் அறியாதவர்களாக இருக்கிறோம். കാരണം നമ്മൾ കാൽവരി ക്രൂശിലെ രഹസ്യങ്ങളെയും മർമ്മങ്ങളെയും അറിയാത്തവരായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ஆனால் நீங்கள் அறிய 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 நீங்கள் சிலுவையை பார்த்து மெய்யாகவே புகழ்கிற நபர்களாக மாறுவீங்க. എന്നാൽ നമ്മൾ അതിനെ അറിയും തോറും ആ കാൽവരി ക്രൂശിലെ യാഗത്തെ നമ്മൾ ക്രൈസ്റ്റിനെ അതിൽ പ്രശംസിക്കുവാൻ തുടങ്ങും. அது மட்டுமல்ல அன்பான தேவனுடைய பிள்ளைகளே, அமேன், அந்த கல்வாரி சிலுவையை உற்று பார்த்த பவுல், அமேன், ஹalleluya, அதிலே புகழ்கிற பவுல் சொல்கிறார், இனி எங்களை அமேன் தோற்கடிக்க வல்லமைக்க முடியாது, அதனால் நாங்கள் கிறிஸ்துவுக்குள் எப்பொழுதும் வெற்றி சிறந்தவர்களாக இருக்கிறோம் என்று சொல்லி പൗലോസ് ഇനി ഞങ്ങൾ ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവേശുവിൽ എപ്പോഴും ഞങ്ങൾ ജയകരമായി തന്നെ നടക്കും. ஆமென். இது போலவே தேவனுடைய பிள்ளைகளா இருக்கிற எனக்கும் உங்களுக்கும் நம்முடைய வாழ்க்கையினுடைய சகல எல்லைகளிலேயும் வெற்றி சிறந்தவர்களாக மாற முடியும். ഹല്ലേലൂയ. ഇതുപോലെ ദൈവമക്കളെ നമുക്ക് സകല സാഹചര്യത്തിലും നമുക്ക് ജയകരമായ ജീവിതത്തെ നയിക്കുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇമ്മയ്ക്കുரியதான ஏதாவது ஆமென் பணமோ அதிகாரமோ பதவியோ காட்டி ஒரு தேவனுடைய பிள்ளையை ஏமாற்றி தந்திரங்களால பிசாசுக்கு கொண்டு போக முடியுமா? ഒരു ഈ ലോകത്തിന്റെ സമ്പത്തിനെ, ഈ ലോകത്തിന്റെ സുഖത്തെ കാണിച്ച് ദൈവമക്കളെ എന്താ പറയുക വഴിതെറ്റിക്കാൻ പിശാചിനെ കൊണ്ട് സാധിക്കുമോ? ആമേൻ. സിലുവയെ മെയ്യാക பார்த்த ഒരു നബർ சொல்வாங்க, നോ നോ നോ. യഥാർത്ഥത്തിൽ ക്രൂശിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ട് പറയും, ഒരിക്കലും അത് സാധിക്കത്തില്ല. சொன்னா கல்வாரி சிலுவை வழியாக நான் தேவனுடைய புத்திரன் என்கிறதான பொசிஷன்ல இருக்கிறேன். കാൽവരി ക്രൂശിലൂടെ നമ്മൾ ദൈവപുത്രൻ എന്ന പദവിയിലേക്ക് വന്നിരിക്കുന്നു. അതുവിட മേലാன ഒരു പദവി இந்த பூமியில இல்ல, അതിലും വലിയ ഒരു പദവി ലോകത്തിലേ ഇല്ല. அது மட்டுமல்ல, கல்வாரி சிலுவை வழியாக நித்திய ஜீவன் பரிசுத்த ஆவியானவர் என்ற மிகப்பெரிய பொக்கிஷத்தை நான் பெற்றிருக்கிறேன். அதை விட வேற பொக்கிஷம் இந்த உலகத்தில் இல்ல. ഞാൻ കാൽവരി ക്രൂശിലെ യാഗനിമിത്തം പുത്രത്വം എന്ന ഒരു പദവി, ഒരു പൊസിഷൻ പ്രാപിച്ചിരിക്കുന്നു. വലിയൊരു ട്രഷർ ഞാൻ പ്രാപിച്ചിരിക്കുന്നു. അതിലും വലിയൊരു പദവി ഈ ലോകത്തിൽ വേറെ ഇല്ല. உலக மனிதனுடைய அன்பை காட்டி பிசாசுக்கு ஒருபோதும் என்னை இழுத்துக்கொண்டு போக முடியாது. ലോകത്തിലെ സ്നേഹത്തെ കാണിച്ച്, ലോകത്തിലെ നന്മയെ കാണിച്ച്, ലോകത്തിലുള്ള ആ സുഖങ്ങളെ കാണിച്ച് ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തിയെ പിശാചിന് ഒരിക്കലും വഞ്ചിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. ஏனென்றால் கல்வாரி சிலுவையை உற்று பார்க்கிற ஒரு மனுஷனுக்கு நன்றாகவே தெரியும், இது போல என்னை நேசிக்கிற குமாரனை தந்து என்னை நேசிக்கிற வேற ஒரு மனுஷனும் இந்த உலகத்தில் இல்லை என்று. ഇതുപോലെ സ്വന്തം പുത്രനെ നൽകി എന്നെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയും ഈ ലോകത്തിലില്ല. ആമേൻ. ഇതുപോലെ സ്വന്തം ജീവനെ കൊടുത്ത് എന്നെ നേസിக்கிற വേറെ ഒരു മനുഷ്യനും இந்த ഭൂമിയിലെ ഇല്ല. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന, തൻ്റെ രക്തം കൊടുത്ത് എന്നെ സ്നേഹിക്കുന്ന, തൻ്റെ ജീവൻ കൊടുത്ത് എന്നെ സ്നേഹിക്കുന്ന, തൻ്റെ പ്രാണനെ കൊടുത്ത് എന്നെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയും ഈ ലോകത്തിലില്ല. ആമേൻ, ഹല്ലേലൂയ. ഉലക സന്തോഷത്തെ കാട്ടി പിശാചുക്ക് നീ എന്നെ ആമേൻ ആമേൻ அந்த பக்கமாக இழுத்துக்கொண்டு போக முடியாது. ലോകത്തിലെ സന്തോഷത്തെയോ ലോകത്തിലെ സ്നേഹത്തെയോ ലോകത്തിലെ സുഖത്തെയോ കാണിച്ച് ഒരിക്കലും പിശാച് നീ എന്നെ വഞ്ചിക്കാനായിട്ട് സാധിക്കത്തില്ല. ஏன்னா உலகத்தினுடைய சந்தோஷம் இருக்கலாம், ஆனால் பிரச்சனை வரும்போது அந்த சந்தோஷம் முடிந்துவிடும். ലോകത്തിലുള്ള സന്തോഷം ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ അത് മാറിപ്പോകും. ஆனால் கிறிஸ்துவுக்குள் இருக்கிற சந்தோஷம் கை கால்கள் எல்லாம் கட்டப்பட்டு இருந்தாலும் சரி, அம்மேன், சிறைச்சாலைக்குள்ளே அம்மேன் இருக்கிற வாயை வைத்து துதித்து குதித்து அம்மேன் ஹalleluya வெற்றி சிறக்க பண்ணுகிறதான சந்தோஷம். ക്രിസ്തുവിലുള്ള സന്തോഷം അത് ജയിലിനകത്ത് കടന്നാലും, അത് കൈകൾ കാലുകൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, അത് കാരാഗ്രഹത്തിന്റെ അടിയിൽ കടന്നാലും അവിടെ പാടി സ്തുതിക്കുന്ന ഒരു ആനന്ദം അതിനകത്തുണ്ടായിരുന്നു. ஹalleluya. அப்ப பாருங்க, இப்படி கல்வாரி சிலுவையை உற்று பார்க்கிற ஒரு மனுஷன் அம்மேன் தன்னுடைய வாழ்க்கையில சொல்வான், கிறிஸ்துவுக்குள் எப்போதும் என்னை வெற்றி சிறக்க பண்ணுகிற தேவனுக்கு ஸ்தோத்திரம். ഹല്ലേലൂയ. ഹെമൻ കാൽവരി ക്രൂശിൽ നോക്കിയ ഒരു വ്യക്തി പറയും, ക്രിസ്തുവിൽ എന്നെ എപ്പോഴും ജയകരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ஹalleluya. அன்பான தேவனுடைய பிள்ளைகளே, அம்மேன், நான் முன்ன சொன்ன ஏதாவது ஒரு விஷயத்தில் நீங்க விழுந்து போகிறவர்களாக இருந்தா, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ വീണു പോകുന്നവരാണെങ്കിൽ, അമ്മേൻ, ഹല്ലേലൂയ, ഞാൻ சொல்கிறேன், நீங்க வேற எதுவும் செய்ய வேண்டாம். അമ്മേൻ, look at the cross. ഹല്ലേലൂയ. നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട ദൈവമക്കളെ, നിങ്ങൾ ക്രൂശിലേക്കൊന്ന് നോക്കിയാട്ടെ. Meditate the cross. നിങ്ങൾ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. Amen. Enjoy the cross. നിങ്ങൾ
ക്രൂശിൽ ഒന്ന് ആഘോഷിച്ചാട്ടെ. Amen. நிச்சயமாக நீங்கள் வெற்றி சிறந்தவர்களாக மாறுவீங்க. ഓ, നിങ്ങൾ ക്രൂശിനെ ധ്യാനിക്കുകയും ക്രൂശിനെ മെഡിറ്റേറ്റ് ചെയ്യും ക്രൂശിനെ ലേക്ക് നോക്കുകയും ചെയ്താൽ നിശ്ചയമായും ഈ അവസ്ഥയിൽ നിന്ന് ജയിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. நிச்சயமாக நீங்க வெற்றி சிறந்தவர்களாக மாறுவீர்கள். ഓ, യഥാർത്ഥമായി നിങ്ങൾ ജയിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. Amen. இங்க ஒரு பர்టిక్యులரான வேர்ட் என்று பவுல் சொல்லி இருக்கிறார், கிறிஸ்துவுக்குள் எப்பொழுதும் வெற்றி சிறக்க பண்ணி என்று சொல்லி. ഹല്ലേലൂയ. പൗലോസ് ആ വേർഡ് ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങളെ ജയകരമായി നടത്തുന്നു. உங்களுக்கு ஒரு விஷயம் தெரியுமா? கிறிஸ்துவுக்குள் மட்டும்தான் எப்பொழுதும் வெற்றி சிறக்க முடியும். ഹല്ലേലൂയ. ഒരു ട്രൂത്ത് നിങ്ങൾക്കറിയാവോ? ക്രിസ്തുവിൽ മാത്രമേ എപ്പോഴും ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അമേൻ. ക്രിസ്തുവ ഒരു പക്കത്തില് വെച്ചിട്ട് നമ്മ ഉലകത്തിലെ അമേൻ പോണോം എന്ന് சொன்னால் നിശ്ചയമാകவே നമ്മ ഫെയിലിയർ ആക മാറിവിടുവോ. ഹല്ലേലൂയ. ക്രൈസ്റ്റിനെ ഒരു ഭാഗത്ത് മാത്രം നിർത്തി ലോകപരമായി നമ്മൾ പോയാൽ നമ്മൾ ഭയങ്കര പരാജയത്തിലേക്ക് പോകും. ഹല്ലേലൂയ. ஆனால் கிறிஸ்துவுக்குள் in Christ நீங்க இருந்தீங்கன்னு சொன்னா நிச்சயமாக எப்பொழுதும் வெற்றி சிறப்பீர்கள். പക്ഷെ നിങ്ങൾ എപ്പോഴും ഇൻ ക്രൈസ്റ്റിലാണെങ്കിൽ ക്രിസ്തുവിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുകയും ക്രിസ്തുവിൽ തന്നെ നിങ്ങൾ ധ്യാനിക്കുകയും ക്രിസ്തുവിൽ തന്നെ നിങ്ങൾ നടക്കുകയും ക്രിസ്തുവിൽ തന്നെ നിങ്ങൾ ജീവിക്കുകയും ചെയ്താൽ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ജയത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അമ്മേ, நீங்க ஒருவேளை கேட்கலாம், என்னது இது கிறிஸ்துவுக்குள் 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 அப்படி என்ன அது கிறிஸ்துவுக்குள்? ഹല്ലേലൂയ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, എന്ത് എപ്പോഴും ക്രിസ്തുവിൽ 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 എന്ന് പറഞ്ഞ് എന്താ ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ? in Christ என்று சொன்னால் இவ்வளவு மட்டும்தான். நீங்க கல்வாரி சிலுவையை உற்று பார்த்து உலக பிரகாரமாக அம்மே நீங்க கட்டி எழுப்பி இருக்கிறதான ஒரு சிஸ்டம் இருக்கிறது. அதை கிறிஸ்துவுக்குள் கல்வாரி சிலுவையில் வந்திருக்கிற வெற்றியை கொண்டு ரிப்ளேஸ் பண்ணும் பொழுது அது மெய்யாகவே கிறிஸ்துவுக்குள் இருக்கிற ஒரு வாழ்க்கையாக மாறும். அப்படி என்று சொன்னால் അങ്ങനെ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ ഇപ്പോൾ അമ്മേ നാം പ്രാധാന്യം കൊടുക്കുന്നത് ലൗകിക സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും ലൗകികമായ പ്രശ്നങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും ഒക്കെ ആയിരിക്കാം. എന്നാൽ ക്രൂശിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഹല്ലേലൂയ ആ ക്രൂശിലുള്ള വിടുതലിനെ, ക്രൂശിലുള്ള സന്തോഷത്തെ, ക്രൂശിലുള്ള സമാധാനത്തെ, ക്രൂശിലുള്ള അമ്മേ എല്ലാ നന്മകളെയും നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു അധികമായിട്ട് ഉരുവാകുകയും നാം ക്രിസ്തുവിൽ ഉറക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇൻ ക്രൈസ്റ്റിൽ ക്രിസ്തുവിലായി തീരും. ഹല്ലേലൂയ. இதுதான் மெய்யாகவே கிறிஸ்துவுக்குள் எப்பொழுதும் எங்களை வெற்றி சிறக்க பண்ணி என்பதனுடைய அர்த்தம். ഇതാ പറയുന്നത്, ക്രിസ്തുവിൽ എപ്പോഴും ഞങ്ങളെ ജയകരമായി നടത്തുന്നു എന്ന് പറയുന്നതിന്റെ ആമേൻ. இப்படி நீங்கள் எப்பொழுதும் கிறிஸ்துவுக்குள் இருக்கும் பொழுது ஆமென் எப்பொழுதும் நீங்க வெற்றி சிறப்பீங்க. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ക്രിസ്തുവിലായെന്നാൽ ഏത് സമയത്തും ജയിക്കുവാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. 5 நாள் வெற்றியோட கிறிஸ்துவுக்குள் இருந்து 6வது நாள் உலகத்தில் ஏதாவது பார்க்கும் பொழுது கிறிஸ்துவுக்குள் இருக்கிற ஒருவன் தோற்று போக மாட்டான். 5 ദിവസവും ക്രിസ്തുവിൽ ഇരുന്ന് ജയത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തി 6ാമത്തെ ദിവസം ലോകത്തിൽ ഒരു സുഖം കണ്ട്, ലോകത്തിലെ ഒരു നന്മ കണ്ട് പരാജയപ്പെട്ടു പോകത്തേ ഇല്ല. ஏன் தெரியுமா? நீங்க சிலுவையை உற்று பார்க்க நீங்கள் சிலுவையிலே கிறிஸ்துவோடு கூட அறையப்பட்டு விடுவீர்கள். ഹല്ലേലൂയ. നിങ്ങൾ ക്രൈസ്റ്റിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിങ്ങളും ക്രിസ്തുവിനോട് കൂടെ തറയ്ക്കപ്പെട്ടിരിക്കും. ആമേൻ. அதற்கு பிறகாக நீங்க சொல்வீங்க, ആമേൻ, ഇനി ഞാൻ അല്ല ക്രിസ്തുവേ എന്നിൽ വാഴുகிறார் എന്ന് சொல்லி. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഇത് ഞാനല്ല വാഴുന്നത്, ഇത് ഞാനല്ല ജീവിക്കുന്നത്, ഇത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ വാഴുന്നത്, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. അമേസിംഗ് ആണ് ലൈഫ്. இதுதான் ഒരു അതിശയിപ്പിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഇതാ. அப்போ என்ன நடக்கும் தெரியுமா? பாவத்தினுடைய எந்த வாய்ப்புகள் உங்களுடைய முன்பதாக அப்ப டச் பண்ற டிஸ்டன்ஸ்ல இருந்தாலும் சரி, പാപത്തിന്റെ എന്ത് ശക്തിയും നിങ്ങളുടെ അടുത്ത് നിങ്ങളെ തൊടുന്ന അളവിൽ അത്രയും അടുത്തിരുന്നാലും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, உங்களுக்கு அந்த எண்ணமும் இச்சையும் ஆசையும் வராது. നിങ്ങൾക്ക് ആ ചിന്തയോ വിചാരമോ വികാരമോ വരത്തേ ഇല്ല. ஏனென்று சொன்னால் நீங்க கிறிஸ்துவுக்குள் ஆமேன் சிலுவையில் அறையப்பட்டவர்களாக உங்களுடைய பழைய மனுஷன் மரித்தவனாக இருக்கிறார். കാരണം നിങ്ങൾ ക്രിസ്തുവിൽ തറയ്ക്കപ്പെട്ടു, നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു. நீங்க சிந்தித்து பாருங்க, காலையில் இருந்து நைட் வரைக்கும் ஆமென் ஹalleluya பாட்டில் கீழே வைக்காம குடிக்கிற குடிகாரனான ஒரு மனுஷன் மரித்து விட்டான் என்று சொல்லி நீங்க நினைங்க. ഹല്ലേലൂയ. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിർത്താതെ കുടിക്കുന്ന ഒരു കുടികാരൻ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. அந்த மனுஷனுக்கு முன்பதாக நீங்க என்ன ஃபுல் பாட்டில வச்சாலும் சரி அந்த மனுஷன் திரும்பியே பார்க்க மாட்டான். അത്ര
ഇത്രയും വലിയ കുടികാരനായ മദ്യത്തിന് അടിമയായ വ്യക്തിയുടെ ആ മരിച്ച ശരീരത്തിൻ്റെ അടുത്ത് എത്ര ടേസ്റ്റുള്ള എത്ര വില കൂടിയ മദ്യം കൊണ്ട് വെച്ചാലും ആ വ്യക്തി പിന്നെ കുടിക്കത്തില്ല. நீங்க ஏன் காரணம் சொல்லுங்க, அந்த மனுஷன் மரித்து விட்டார். കാരണം എന്താ അതിൻ്റെ റീസൺ? അവൻ മരിച്ചുപോയി. മരിച്ചത് കൊണ്ടാണ് അവനത് ഉപയോഗിക്കുക, അവനത് എടുക്കാത്തത്. அப்ப பாருங்க, முதலாவது உங்களுடைய சூழ்நிலை அல்ல, முதலாவதாக நீங்க கிராஸை பார்த்து அம்மேன் உங்களுடைய உள்ளமே மாறும்படியாக தேவன் விரும்புகிறார். ഹല്ലേലൂയ. കാരണം ആദ്യം നിങ്ങളുടെ സാഹചര്യമല്ല, നിങ്ങൾ ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് കൊണ്ട്, ക്രൂശിൽ മരിച്ചത് കൊണ്ട് ആ ഒരു കോൺഷ്യസിൽ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. அப்ப பாருங்க, நிச்சயமாக நமக்கு சொல்ல முடியும், ஓ கிறிஸ்துவுக்குள் எப்பொழுதும் என்னை வெற்றி சிறக்க பண்ணுகிற தேவனுக்கு ஸ்தோத்திரம் என்று சொல்லி. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, ക്രൈസ്റ്റിൽ എപ്പോഴും എന്നെ ജയകരമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് നമുക്ക് പറയാം. ஆமென் சொல்லுங்க, என்னால் அது பாசிபிள். எல்லாரும் வாய்களை திறந்து சொல்லுங்க, ஆமென். என்னால் அது முடியும். എല്ലാവരും വാ തുറന്ന് പറഞ്ഞു, എനിക്ക് എന്നെ കൊണ്ടത് സാധ്യമാ, എന്നെ കൊണ്ടത് സാധ്യമാണെന്ന് എല്ലാവരും പറഞ്ഞേ. என்னுடைய தலைமுறையை உற்று பார்க்கும்போது ஆமென், என்னால எப்பொழுதும் வெற்றி சிறந்தவளாக இருக்க முடியும். ഹല്ലേലൂയ. ആമേൻ. എനിക്ക് എപ്പോഴും ജയകരമായി ജീവിക്കുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും. ஒருவேளை உங்களுடைய தலைமுறையை நீங்க உற்று பார்க்கும்போது நீங்க ஒருவேளை நினைக்கலாம், ஐயோ நான் தோற்கடிக்கப்பட்ட நபராக மாறிடுவேனோ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയെ നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പറയോ, ഞാൻ പരാജയപ്പെട്ടു പോയോ, ഞാൻ പരാജയപ്പെട്ടു പോയോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കും. இல்ல, நீங்க கிராஸ்ல பார்க்கும்போது உங்களுக்காக மட்டுமல்ல, உங்களுடைய தலைமுறைகளுக்காகவும் அவர் ரத்தம் சிந்தப்பட்டவராக இருக்கிறார். ക്രൂശിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പോലും കർത്താവ് അവിടെ യാഗമായിരിക്കും. அவர் உங்களை நேசிப்பதை விட அதிகமாக உங்களுடைய தலைமுறைகளை நேசிக்கிறார். നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ കർത്താവ് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് உங்களுக்காக ரத்தம் சிந்தினவர் தான் உங்களுடைய தலைமுறைகளுக்காகவும் ரத்தம் சிந்தி இருக்கிறார். ഓ, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ് തന്നെയാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും രക്തം ചിന്തി കൽവാരി സിലുവയിലെ വെറ്റി உங்களுக்கு மட்டுമല്ല, உங்களுடைய தலைமுறைகளுக்கும் அது வெற்றியை கொடுக்கிறது. ഓ, കാൽവരി ക്രൂശിലെ യാഗം നിങ്ങൾക്കും മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും അത് ജയമായി തീർന്നിരിക്കുന്നു. அப்படி என்று சொன்னால் தலைமுறைகளை உற்று பார்த்து நீங்க சொல்வீங்க, எப்பொழுதும் கிறிஸ்துவுக்குள் நான் வெற்றி சிறந்தவன். ഓ, അങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ നോക്കി പറയാൻ പറ്റും, എപ്പോഴും ക്രിസ്തുവിൽ ഞാൻ ജയിക്കുന്നവൾ തന്നെയാ, ജയകരമായി നടക്കുന്ന உங்களுடைய பொருளாதார எல்லைகளை பார்த்து நீங்க சொல்ல முடியும், ஓ எப்பொழுதும் எனக்கு கிறிஸ்துவுக்குள் வெற்றி. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയും, എപ്പോഴും ഞാൻ ജയകരമായി നടക്കുന്ന വ്യക്തിയാണ്. എന്ന് சொன்னால் அவர் தரிദ്ரனாக இந்த பூமியில் வந்ததே என்னை ஐஸ்வர்யவானாக மாற்றிக்கொள்ளும்படியாக. യേശു കർത്താവ് ദരിദ്രനായി ഭൂമിയിൽ വന്നതേ എന്നെ സമ്പന്നനാക്കുവാൻ വേണ്ടിയിട്ടാണ്. என்னுடைய ஆவிக்குரிய வாழ்க்கையை பார்க்கும்போது ட்ரைனஸா இருக்கும்போது, ஐயோ நான் தோற்று போய் விட்டேனோ என்று சொல்லி ஒருவேளை உங்களுக்கு தோணலாம். ഓ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഞാൻ തോറ്റുപോയി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം. ஆனால் அந்த கல்வாரி சிலுவையை பார்க்கும்போது இயேசு கிறிஸ்துவானவர் அந்த சிலுவையிலே அடிக்கப்பட்டதே நீங்கள் தெய்வ புத்திரர்களாக பிதாவோடு இருக்கிற உறவுக்குள் வர வேண்டும் என்பதற்காக தான். കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് നിങ്ങൾ ദൈവ പുത്രന്മാരായി പിതാവിനോടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ വേണ്ടിയിട്ടാണ്. ஆமென். பாருங்க, உங்கள்ட்ட என்ன பிரச்சனை எடுத்து பார்த்தாலும் சரி, சகலவற்றிலும் நீங்க தைரியமாக சொல்வீங்க, கிறிஸ்துவுக்குள் எப்பொழுதும் நான் வெற்றி சிறந்தவனாக வெற்றி சிறந்தவளாக இருக்கிறேன். ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ക്രൂശിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, എപ്പോഴും ക്രിസ്തുവിൽ ഞാൻ ജയിച്ചിരിക്കുന്നു, ജയകരമായി കർത്താവ് എന്നെ നടത്തുന്നു എന്ന്. ஆமென். ஹalleluya. ஒருவேளை உங்க வீட்டுக்குள்ள இருக்கிற ரட்சிக்கப்படாத மற்ற நபர்களை நினைக்கும் போது ஒரு தோல்வியினுடைய ஃபீலிங் உங்களுடைய உள்ளத்தில் இருக்கலாம். ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ള വ്യക്തികളെ നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പരാജയത്തിന്റെ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വരാം. ஆனால் உங்களுக்கு ரட்சிப்பு தந்த அதே ஜீவிக்கிற தேவன் அவர்களையும் ரட்சிக்க வல்லவராக இருக்கிறார். എന്നാൽ നിങ്ങൾക്ക് രക്ഷ നൽകിയ അതേ ദൈവം തന്നെ, കർത്താവ് തന്നെ അവർക്കും രക്ഷ നൽകിയിരിക്കുക. அப்படி என்று சொன்னால் இந்த லைனில் எத்தனை பேர் சொல்வீங்க, கிறிஸ்துவுக்குள் எப்பொழுதும் என்னை வெற்றி சிறக்க பண்ணுகிற தேவனுக்கு ஸ்தோத்திரம். ഓ, അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എപ്പോഴും എന്നെ കർത്താവ് ജയകരമായി നടത്തുന്നു. ஆமென். கல்வாரி சிலுவையிலே மாறாததான எந்த சூழ்நிலையும் இன்றைக்கு என்னுடைய வாழ்க்கையில இல்லை என்று சொல்லி சொல்லுங்க. കാൽവരി ക്രൂശിലെ യാഗത്താൽ മാറാത്ത ഒരു സാഹചര്യവും എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? தைரியமாக சிலுவையை பார்த்து சொல்லுங்க, ஓ கல்வாரி சிலுவையிலே வெற்றி சிறக்க முடியாததான எந்த பிரச்சனையும் இன்றைக்கு என்னுடைய வாழ்க்கையில இல்லை என்று കാൽവരി சொல்லுங்க. ക്രൂശിലെ യാഗം നിമിത്തം മാറാത്ത ഒരു പ്രശ്നവും എന്റെ ജീവിതത്തിൽ ഇല്ല. கல்வாரி சிலுவைக்கு நிரப்ப முடியாததான எந்த எல்லையும் என்னுடைய வாழ்க்கையில இல்லை என்று ഓ, சொல்லுங்க. കാൽവരി ക്രൂശിൽ നിറയ്ക്കാൻ പറ്റാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ല.
அமேன் ஹalleluya. கல்வாரி சிலுவையில கவர் பண்ணாததான ஒரு விஷயங்களும் என்னுடைய வாழ்க்கையில இல்ல. കാൽവരി ക്രൂശിനെ മറയ്ക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല. அப்படி என்று சொன்னால் நாம் நிச்சயமாகவே எல்லா இடத்திலேயும் வெற்றி சிறந்தவர்கள். അങ്ങനെയാണെങ്കിൽ ഏത് അവസ്ഥയിലും ഏത് ലെവലിലും എല്ലായിടത്തും നമ്മൾ ജയിച്ചിരിക്കുന്നവർ തന്നെയാണ്. நீங்க சிலங்க நினைக்கிறீங்க இதெல்லாம் ஓகே, ஆனா இந்த நபர் மாறவே மாறாது. നമ്മൾ ഇതെല്ലാം ശരിയാ, പക്ഷെ ഈ വ്യക്തി മാറത്തേ ഇല്ല. மாறும், நிச்சயமாக மாறும். கல்வாரி சிலுவை வழியாக உங்களுடைய சூழ்நிலை வாழ்க்கை மாறும் என்று சொன்னால் மற்ற நபர்களை மாற்றுவது அமேன் യേശു ക്രിസ്തുவுக்கு എളിதான കാര്യமாக இருக்கிறது. കാൽവരി ക്രൂശിലെ യാഗത്താൽ ആ വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റാനും യേശുവിനെ കൊണ്ട് കഴിയും. ആ അവസ്ഥയെ മാറ്റാൻ കഴിഞ്ഞ ദൈവത്തിന് ചില വ്യക്തികളെ മാറ്റുവാനായിട്ട് സാധിക്കും. ஆமென் ஹalleluya. நீங்க இந்த நாட்களில் அமேன் நீங்க இருக்கும்போது நடக்கும்போது எல்லாம் அந்த சிலுவையை மெடிடேட் பண்ணி பிரைஸ் பண்ண ஆரம்பிங்க. ட்ரெமெண்டஸ் ஆன அமேசிங் ஆன சேஞ்சஸ் உங்களுடைய வாழ்க்கையில நடக்க போகிறது. നിങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാം കാൽവരി ക്രൂശിനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താട്ടെ, ധ്യാനിച്ചാട്ടെ, കൺഫസ് ചെയ്താട്ടെ, ഡിക്ലെയർ ചെയ്താട്ടെ, നിങ്ങളുടെ ലൈഫിൽ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾ നടക്കുവാൻ തുടങ്ങും. வார்த்தை சொல்கிறது கிறிஸ்துவுக்குள் எப்பொழுதும் எங்களை வெற்றி சிறக்க பண்ணி எல்லா இடங்களிலேயும் எங்களை கொண்டு அவரை அறிகிற அறிவின் வாசனை வெளிப்படுத்துகிற தேவனுக்கு ஸ்தோத்திரம். ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. ஹalleluya. பாருங்க, அப்போ கிறிஸ்துவை அறிய 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 அது சுகந்த வாசனை. എന്നൊക്കെ ക്രൈസ്റ്റിൽ നിറയും തോറും അറിയും തോറും അതൊരു സൗരഭ്യ വാസനയായി മാറുകയാണ്. பழைய ஏற்பாட்டில் இது போல சுகந்த வாசனைகள் இருக்கிறது. ஒருவன் பலி செலுத்தும் பொழுது ஹalleluya அந்த வாசனை பிதாவாகிய தேவன் முகரும் பொழுது அந்த இடத்தில் அவனை தண்டிக்காமல் அவனை அம்மே முற்றிலும் விடுதலையாக்கப்பட்டவனாக விடுகிறார். നാം കാണുന്ന ഒരുവൻ യാഗം അർപ്പിക്കുമ്പോൾ ആ സൗരഭ്യ വാസന പിതാവ് സ്മെല്ല് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കാതെ അവനെ ബ്ലസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. அமேன். நோவா பேழையானது அமேன் அந்த அராரத்தில் அமேன் உறுதிப்பட்டதுக்கு பின்பதாக சுத்தியுள்ள சில மிருகங்களை எடுத்து தேவனுக்கு அமேன் ஒரு பலி செலுத்தும் பொழுது அந்த வாசனை முகர்கிற பிதாவாகிய தேவன் சொல்கிறார், இனி தண்ணீரினால் நான் பூமியை அழிப்பதில்லை. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിലെ പെട്ടകം അറാറത്തിൽ ഉറച്ചതിന് ശേഷം ചുറ്റിയുള്ള മൃഗങ്ങളെ യാഗമർപ്പിച്ചപ്പോൾ ആ യാഗവസ്തുവിന്റെ വാസന സ്മെല്ല് ചെയ്ത ദൈവം പറഞ്ഞു, ഇനി വെള്ളത്തിനാൽ ഞാൻ ആരെയും ஆமென் நியாயம் விதிக்கத்தில்லை. ஆமென். ஒரு வானவில்லை அடையாளமாக வைத்துக்கொண்டு தேவன் சொல்கிறார், இந்த வானவில் பார்க்கும் பொழுதெல்லாம் இந்த உடன்படிக்கையை நான் ஞாபகத்தில் മഴവില്ല് അടയാളമായി വെച്ചിട്ട് പറഞ്ഞു, ഈ മഴവില്ല് കാണുമ്പോൾ എല്ലാം ഇതൊരു അടയാളമായിരിക്കും. ഈ പ്രോമിസിന് ഇതൊരു അടയാളമായിരിക്കും. ஆமென். அப்படி என்று சொன்னால் அன்பான தேவனுடைய பிள்ளைகளே, கல்வாரி சிலுவையினுடைய அந்த பெர்ஃபெக்ட் சாக்ரிஃபைஸ் வழியாக அந்த சிலுவை இப்பொழுது ஒரு வானவில்லுக்கு ஒப்பாக இருக்கிறது. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കാൽവരി ക്രൂശിന്റെ യഥാർത്ഥ യാഗ നിമിത്തം ആ കാൽവരി ക്രൂശ് ഒരു മഴവില്ല് പോലെ ഒരു അടയാളമായിരിക്കുക. ஆமென். அந்த சிலுவையை பார்க்கும் பொழுதெல்லாம் பிதாவானவர் சொல்வார், இனி என் ஜனங்களை நியாயம் தீர்க்கும்படியாக அல்ல, நான் இதோ ஒரு புதிய உடன்படிக்கையை ஜனத்தினிடத்திலே செய்திருக்கிறேன், இனி அவர்கள் எனக்கு பிள்ளைகளும் நான் அவருக்கு தகப்பனுமாக இருக்கிறேன். ഹല്ലേലൂയ. ആമേൻ. ആ കാൽവരി ക്രൂശിനെ ആമേൻ നോക്കുമ്പോൾ ധ്യാനിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവും ഒരു വാഗ്ദത്തം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇനി ജനങ്ങളെ നശിപ്പിക്കത്തില്ല, ഞാൻ അവർക്കൊരു പുതിയ ഉടമ്പടി ചെയ്യുന്നു, പുതിയൊരു വാഗ്ദത്തം ചെയ്യുന്നു, അവർ എനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായിരിക്കും. அப்படி என்று சொன்னால் ஹalleluya ஆமென். அந்த கல்வாரி சிலுவையிலே அந்த கிறிஸ்து இயேசுவினுடைய அந்த பலியை பிதாவானவர் முகர்ந்த போது, அந்த வாசனையை நுகர்ந்த போதெல்லாம் ஹalleluya பிதாவானவர் சில உடன்படிக்கை நம்மிடத்திலே செய்திருக்கிறார். ആ യാഗത്തിന്റെ വാസനയെ പിതാവ് സ്മെല്ല് ചെയ്തപ്പോൾ പിതാവ് നമുക്ക് വേണ്ടി ഒരു പുതിയ ഉടമ്പടി ചെയ്തിരിക്കുക. ஆனால் இந்த காலத்தில் அன்பான தேவனுடைய பிள்ளைகளே ஆமென், கிறிஸ்து இயேசுவினிடத்திலிருந்து மட்டுமல்ல அந்த சுகந்த வாசனை புறப்பட பிதாவானவர் வாஞ்சிப்பது. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ നിന്ന് മാത്രമല്ല വാസനയെ നുകരാൻ പിതാവ് ആഗ്രഹിക്കുന്നത്. அந்த கல்வாரி சிலுவையை உற்று பார்த்து அந்த சிலுவையை நான் அதிகமாக ஆமென் மெடிடேட் பண்ணி அந்த சிலுவையை நான் கொண்டாடும் பொழுதெல்லாம் ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും ധ്യാനിക്കും ചെയ്യുമ്പോഴൊക്കെയും என்ன நடக்கும் சொல்லி தெரியுமா? நம்மிடத்தில் இருந்தும் அந்த சுகந்த வாசனை புறப்பட ஆரம்பிக்கும். നമ്മളിൽ നിന്നും ആ സൗരഭ്യ വാസന പുറപ്പെടുവാനായിട്ട് തുടങ്ങും. அது எங்கே என்று சொல்லி பார்த்தால் எல்லா இடங்களிலேயும் என்று வார்த்தை சொல்கிறது.
ഹല്ലേലൂയ, അത് എല്ലായിടത്തും എന്ന് വചനം പറയുന്നു. ആമേൻ. நீங்க இருக்கிற இடத்திலே ஆமென் உங்களுடைய கரங்களை உயர்த்தி சொல்லுங்க, எல்லா இடத்திலேயும் ஆமென் என்னை கொண்டு சுகந்த வாசனை. ഹല്ലേലൂയ, നിങ്ങളുടെ കരം ഉയർത്തി പറഞ്ഞേ ആമേൻ. എല്ലായിടത്തും ദൈവത്തിന്റെ സൗരഭ്യ വാസനയായി എല്ലാ ഇടങ്ങളിലെയും ഞാൻ ക്രിസ്തുവിൻ സുഗന്ധ വാസனை. ഹല്ലേലൂയ, എല്ലായിടത്തും ഞാൻ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി മാറുന്നു. ആമേൻ. ഇതെപ്പടി ഞാൻ அந்த സുഗന്ധ വാസനயாக മാറ முடியும்? ഇതെങ്ങനെ ഞാൻ ക്രിസ്തുവിന്റെ സുഗന്ധവാസനയായി മാറാനായിട്ട് സാധിക്കും? ആമേൻ. അവരെ അറിയുற അറിവിനാൽ அவரை குறிச்சுள்ள പരിജ്ഞാനത്താൽ. ஆமென். நீங்க எவ்வளவுக்கு அதிகமாக இந்த ஆண்டு ஆமென் சுகந்த வாசனையாக மாற வேண்டும் விரும்புகிறீர்களோ, ഈ വർഷം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതം സുഗന്ധ വാസനയായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? എന്തെല്ലാം ഇടങ്ങളിലെ സുഗന്ധ വാസനயாக മാറ வேண்டும் എന്ന് വിരുമ്പുகிறீர்களோ, ഏതെല്ലാം ഇടങ്ങളിൽ നിങ്ങൾ ആ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, அதிகமாக கிறிஸ்துவை அறிய முயற்சிங்க. അധികമായി ക്രിസ്തുവിനെ അറിയാൻ ഏൽപ്പിച്ചു കൊടുക്കുക. நேற்று വരെയുള്ള തോൽവികളെ நீங்க பார்க்க வேண்டாம். ഇന്നലെ വരെയുള്ള പരാജയത്തെ നിങ്ങൾ നോക്കണ്ട. ஆமென். நீங்க ஆமென் ஹalleluya நல்ல டவுன்ல நீங்க ஆமென் அப்படியே நடந்து போய் கொண்டிருக்கும் சீக்கிரமா கீழே விழுந்தீங்க, என்ன பண்ணுவீங்க? ഒരു ടൗണിലൂടെ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വീണു. അവിടെ വീണു, നിങ്ങൾ എന്ത് ചെയ്യും? நீங்க என்ன செய்வீங்க தெரியுமா? முதலாவது ஆமென் நீங்க தவி எந்திருப்பீங்க. പെട്ടെന്ന് നിങ്ങൾ ചാടി എഴുന്നേൽക്കും. அதுக்கப்புறம் தான் மீதி வேலையெல்லாம் பாப்பீங்க. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. அப்போ நம்ம எங்கேயாவது தெரியாமல் தவறி விழுந்தால் அங்கே கிடந்து அழுவதல்ல தேவனுடைய சித்தம். ഹല്ലേലൂയ. ഇതുപോലെ എവിടെയെങ്കിലും നിങ്ങൾ പാപത്തിൽ വീണാൽ അവിടെ കിടന്ന് കരയുന്നതല്ല ദൈവത്തിന്റെ ഇഷ്ടം. உங்களை கை தூக்கி விட இருக்கிற ஜீசஸுடைய கையை பிடித்து மீண்டுமாக வெற்றி பவனி போவதான் கர்த்தர் உங்களை வைத்து விரும்புவது. ആമേൻ. നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിന്റെ കരം പിടിച്ച് നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജയത്തിലേക്ക് നടക്കുക ചെയ്യേണ്ടത്. ஹalleluya. ஆனால் அதற்கு பிறகாக நான் ஏன் விழுந்தேன், எதற்காக இந்த இஷ்யூ, இதெல்லாம் நீங்க கிராஸ பார்த்து இயேசு கிறிஸ்துவை அறிந்து ஆமென் அந்த ஆமென் கெட்ட வாசனை வந்த இடம் எங்கேயோ இருக்குதோ அங்கே சுகந்த வாசனையாக மாற வேண்டும். அதுதான் பிதா வாஞ்சிக்கிறார். നിങ്ങൾ വീണെടുത്ത് വീണ് കിടക്കാതെ, അവിടെ കിടന്നതായ പാപത്തിൽ കിടക്കാതെ. നമ്മൾ സാധാരണ ഒരു വ്യക്തി ഒരു റോഡിൽ വീണാൽ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. പക്ഷേ ഒരു പാപത്തിൽ വീണാൽ നമ്മൾ അതിനകത്ത് നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് മടിയാ. വീണ്ടും നമ്മൾ അതിനകത്ത് കിടക്കും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അതിനകത്ത് കർത്താവിന്റെ കരം പിടിച്ച് ചാടി എഴുന്നേറ്റ് ആമേൻ കർത്താവിനോട് കണക്റ്റഡായി ജയകരമായ ജീവിതത്തിൽ നടന്നിട്ട് പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ക്രൂശിലെ ധ്യാനിച്ച് മെഡിറ്റേറ്റ് ചെയ്യണം. എങ്ങനെയാ ഞാൻ വീണത്, എന്താ എനിക്ക് സംഭവിച്ചത്, എവിടെയാ എനിക്കൊരു പ്രോബ്ലം വന്നത്, എനിക്ക് പ്രശ്നം എവിടെയാ, എന്തുകൊണ്ടാ ഞാൻ ഈ അവസ്ഥയിലായത്, എങ്ങനെയാ എനിക്കൊരു വീഴ്ച വന്നത്, അതിനെ നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്ത് നിങ്ങളെ തന്നെ പരിശോധിച്ച് ആ ദുർഗന്ധവാസന വന്നിടത്ത് അതിനെ മാറ്റി നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങൾ വീണ്ടും അതേ മേഖലയിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറണം. ആമേൻ. நீங்க கிறிஸ்துவை அதிகமாக அறிய നിങ്ങൾ ക്രിസ്തുവെ ആഴത്തിൽ അറിയും തോറും ஆமென் அந்த கிறிஸ்துவிடத்திலே இருந்து அறிவல்ல, புத்தியில் இருக்கிற அறிவல்ல வருவது, அதற்கு மாறாக அவருக்குள் இருக்கிற அந்த பரிபூர்ணம் உங்களுக்குள் வந்து அது ஒரு சுகந்த வாசனையாக வெளிப்படும். ഹല്ലേലൂയ. ബുദ്ധിയിലുള്ള അറിവല്ല, ക്രിസ്തുവിനെ ആഴത്തിൽ ആത്മാവിൽ അറിയും തോറും നിങ്ങൾ ആ സൗരഭ്യവാസനയായി മാറും. ആമേൻ. അവർ നാമം ആമേൻ ഹല്ലേലൂയ ഊറ്റുണ്ട പരിമളം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ നാമം അത് ആമേൻ ഹല്ലേലൂയ അത് പരിമള തൈലം പോലെയാണ്. ആമേൻ ആമേൻ ஹல்லேலூயா. அதனால என்ன, நீங்க அதிகமாக கிறிஸ்துவை அறிய, அவருடைய நாமம் என்னவென்று, அவர் யார் என்று அறிய அம்மேன் நீங்க அந்த தைலத்தை சுமக்கிறவர்களாக மாறுவீங்க. தைலத்தை வச்சா அம்மேன் தைலமானதனுடைய சுகந்தம் தானாகவே ஸ்ப்ரெட் ஆகி கொண்டிருக்கும். ക്രൈസ്റ്റിനെ കുറിച്ച് പറയുന്ന ക്രിസ്തു പരിമള തൈലമാണെന്നാ പറയുന്നത്. ആ തൈലത്തെ യഥാർത്ഥമായി നിങ്ങൾ ചുമന്നാൽ ആ തൈലത്തിന്റെ വാസനയായി നിങ്ങൾ മാറും. നിങ്ങളിലും ആ തൈലത്തിന്റെ വാസന അതുപോലെ വരുവാൻ തുടങ്ങും. இந்த உலகத்தில் வேற எதை டேஸ்ட் பண்ண போனாலும் അത് അഴുകി അത് കെട്ട വാസനയെ കൊണ്ടുവരും. നിങ്ങൾ ലോകത്തിൽ എന്ത് ടേസ്റ്റ് ചെയ്താലും അത് അഴുകി അതിന്റെ ദുർഗന്ധം നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിനുடைய നാമം അത് ഊറ്റുണ്ട തൈലം പോലെ, അത് അമ്മൻ പകർന്ന തൈലം പോലെ അവന്റെ നാമം. ക്രിസ്തുവിന്റെ നാമം അത് പരിമള തൈലം പോലെ. അത് ഹല്ലേലൂയ. അവരെ അറിയ அந்த தைலமானவர் நமக்குள்ள ஃபில் ஆக ஆரம்பிப்பார். ക്രിസ്തുവിനെ അറിയും തോറും ആ
ആ സൗരഭ്യ വാസന, പരിമള തൈലം നമ്മളോട് വെളിപ്പെടുവാൻ തുടങ്ങും. அப்பொழுது நீங்க போகிற எல்லா இடத்திலும் சுகந்த வாசனை. ഓ, നിങ്ങൾ പോകുന്ന എല്ലായിടത്തും സൗരഭ്യ വാസനയെ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. கொஞ்சம் எல்லையில சுகந்த வாசனை, மீதி எல்லா இடத்தும் கெட்ட வாசனை அல்ல. ഓ, കുറച്ച് സ്ഥലത്ത് സൗരഭ്യ വാസന, ബാക്കിയുള്ളിടത്തെല്ലാം ദുർഗന്ധമല്ല. ആമേൻ. വെളിയിல இருக்கிற മനുഷ്യர்களிடத்திலே എല്ലാം സുഗന്ധ വാസന, വീട്ടുக்குள்ள കെട്ട വാസന അല്ല. ഓ, പുറത്തുള്ളവർക്കെല്ലാം സൗരഭ്യ വാസന, വീടിനകത്ത് ദുർഗന്ധമല്ല. ആമേൻ. நீங்க சுமக்கிற கிறிஸ்து அவர் ஊற்றுண்ட பரிமளம். ഓ, നിങ്ങൾ ചുമക്കുന്ന ക്രിസ്തു അത് പരിമള തൈലം പോലെയാ. ആമേൻ. நீங்க எந்த இடத்தில் இருந்தாலும் எல்லா இடத்திலேயும் ആമേൻ உங்களை கொண்டு அவருடைய சுகந்த வாசனை அவர் அறிவிக்கிறார். എവിടെ ഇരുന്നാലും എല്ലായിടത്തും നിങ്ങളെ കൊണ്ട് ക്രിസ്തുവിന്റെ ആ സൗരഭ്യ വാസനയാക്കി മാറ്റുന്ന ദൈവം. ആമേൻ. എല്ലാ இடத்திலேயும் நீங்க வெற்றி சிறக்கிறவர்களாக மாறுவீங்க. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ജയകരമായ ജീവിതത്തെ നയിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ இடத்திலேயும் நீங்க ആമേൻ ഹല്ലേലൂയ അവருடைய தைலத்தினுடைய சுகந்தத்தை அறிவிக்கிறவர்களாக மாறுவீங்க. എല്ലായിടത്തും നിങ്ങൾക്ക് ആമേൻ ആ സൗരഭ്യ വാസനയായി ആ ജയകരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. പകർന്ന നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ, പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ, പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. യേശുവേ ആത്മനേശ്വരേ, സാരോനിൻ ரோஜாவும் லீலி புஷ்பவுமா, பதினாயிரங்களில் சிறந்தோ, பதினாயிரங்களில் சிறந்தோர். அன்பானவர்களே, ஒவ்வொரு நாளும் இப்படி 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 அம்மேன் அந்த 10,000களில் சிறந்தவரை அறிகிற அறிவினாலே, அவரை அனுபவிக்கிற அனுபவத்தினாலே இந்த ஆண்டு முழுவதும் நான் அம்மேன் தெய்வ சமூகத்தில் அபிஷேகம் பண்ணப்பட்ட நபர் என்ற நிலையில டிக்ளேர் பண்ணுகிறேன். நீங்க எல்லா இடத்திலையும் வெற்றி சிறந்தவர்களாக மாறுவீங்க. எல்லா இடத்திலையும் உங்களை கொண்டு தம்முடைய அம்மேன் அந்த வாசனையை, சுகந்த வாசனையை தேவன் அறிவிப்பார். ഇതുപോലെ നിങ്ങൾ ഏത് സമയം ആയിരങ്ങളിൽ ശ്രേഷ്ഠനായ, 10,000ങ്ങളിൽ സുന്ദരനായ ആ ദൈവത്തിന്റെ അറിയത്തോറും ആ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി മാറുമ്പോൾ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഏത് സമയത്തും ജയകരമായ ജീവിതത്തെ നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ വർഷം കർത്താവ് പറഞ്ഞതുപോലെ the year of amazing triumph, അതിശയിപ്പിക്കുന്ന ജയം, അതിശയിപ്പിക്കുന്ന ജയമായി നിങ്ങളെ മാറ്റുവാനായിട്ട് കർത്താവിനെ കൊണ്ട് സാധിക്കും. இந்த ஆண்டு கர்த்தர் நமக்கு வாக்குத்தத்தம் கொடுத்திருக்கிறது போலவே ஆச்சரியமான வெற்றி சிறக்கிற ஒரு ஆண்டாக இந்த ஆண்டு நம்மளால மாற முடியும். ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യാഗത്തിൽ നിന്ന് ആ സുഗന്ധവാസന പിതാവ് സ്മെല്ല് ചെയ്തു. பழைய ஏற்பாட்டு அந்த யாகத்தில் நின்று பலிகளில் இருந்து பிதாவானவர் அந்த சுகந்த வாசனையை முகந்தார் என்று சொன்னார். ക്രിസ്തുവിലുള്ള സൗരഭ്യ വാസനയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ஆமென். அந்த கிறிஸ்து இயேசுவுக்குள் இருக்கிற சுகந்த வாசனையும் நம்மளால காண முடிகிறது. ഹല്ലേലൂയ. അങ്ങനെ ഒരു യാഗത്തിലൂടെ ഒരു വാസന വെളിപ്പെടുമെങ്കിൽ, அப்படி ஒரு பலி வழியாக ஒரு வாசனை வெளிப்படுமானால், ആമേൻ, റോമാലേഖനം 12-ാം അധ്യായത്തിനകത്ത് നമുക്കൊരു വാക്ക് കാണുവാനായിട്ട് സാധിക്കും. ரோமருக்கு எழுதிய நிருபம் 12வது அதிகாரத்திலே நமக்கு இப்படிவாக ஒரு வார்த்தை காண முடியும். നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ஆமென், நீங்கள் புத்தியுள்ள ஆராதனையாக, പറഞ്ഞ ബുദ്ധിയുള്ള ആരാധനയായി, ஆமென் சொல்லுங்க, நீங்க புத்தியுள்ள ஆராதனையாக നിങ്ങളുടെ ശരീരങ്ങളെ, உங்களுடைய ஆமென் சரீரங்களே ജീവനും ஆமென் ஜீவனும் വിശുദ്ധിയും பரிசுத்தமும் ദൈവത്തിന് പ്രസാദമുള്ള தேவனுக்கு பிரியவுமான യാഗമായി സമർപ്പിക്കുവിൻ. ജീവബലിയാക ഒപ്പു കൊടുക്ക வேண்டும் என்று. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ യാഗത്തിൽ നിന്ന് ആ സൗരഭ്യവാസന, സുഗന്ധവാസന
പുറപ്പെട്ടു വന്നെങ്കിൽ, பழைய ஏற்பாட்டு பலிகளில் நின்று ஒரு சுகந்த வாசனை புறப்பட்டது என்று சொன்னால், ബുദ്ധിയുള്ള ആരാധന എന്താ? அப்போ புத்தியுள்ள ஆராதனை என்று சொல்வது என்னது? എല്ലാരും ആ വാക്യം ഒന്നും കൂടി ഒന്ന് എടുത്താട്ടെ. எல்லாரும் அந்த வசனத்தை மீண்டுமாக எடுத்துக்கொள்ளுங்க. ഹല്ലേലൂയ. ബുദ്ധിയുള്ള ആരാധന എന്താണെന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാട്ടെ. അമേൻ. புத்தியுள்ள ஆராதனை எதுவென்று சொல்லி അമേൻ ഒന്ന് ഗവനിத்துக் കൊള്ളുங்க. താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങളുടെ ശരീരങ്ങളെ, ഉങ്ങൾ ശരീരങ്ങളെ, ആമേൻ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും, അമേൻ, ജീവനും പരിശുദ്ധവും, ഹല്ലേലൂയ, ആമേൻ, 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 ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുകയും ദൈവനുക്ക് പ്രിയമുമായ ബലിയാക, ജീവ ബലിയാക ഒപ്പുകൊടുங்க. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ ആ വാക്ക് വീണ്ടും പറയുന്നു. ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്, நான் மீண்டுமாக அந்த வார்த்தை சொல்ல விரும்புகிறேன். புத்தியுள்ள ஆராதனை என்று சொல்வது, സ്പിരിച്വൽ സർവീസ് എന്ന് പറയുന്നത്, உங்களுடைய ஆவிக்குரிய ஆராதனை என்று சொல்வது, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ ആത്മീകമായിട്ട് ദൈവത്തോട് കണക്റ്റഡ് ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, உங்கள் ஆவிக்குரிய வாழ்க்கையில தேவனோடு நீங்கள் உறவு கொள்வது விதம் என்று சொன்னால், ഹല്ലേലൂയ, ആമേൻ, ആമേൻ, നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ, உங்களுடைய சரீரங்களுடைய, நம்முடைய சரீரங்களை முழுவதுமாக, ആമേൻ, ആമേൻ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി, ജീവനും പരിശുദ്ധവും ദൈവനുക്ക് പ്രിയമുமான ജീവ ബലിயாக. ഹല്ലേലൂയ. അത് തുസിയ എന്ന പദം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. அதுக்கு துசியா என்கிறதான வார்த்தை பயன்படுத்தப்பட்டிருக்கிறது. ലിവിംഗ് സാക്രിഫൈസ്. ആമേൻ. ജീവ ബലി. ഹല്ലേലൂയ. ആമേൻ. ജീവനുള്ള യാഗമായി, ലിവിംഗ് സാക്രിഫൈസ്. ആമേൻ. ലിവിംഗ് സാക്രിഫൈസ്, ജീവനുള്ള ബലിயாக, ജീവ ബലിயாக. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ആമേൻ. ദൈവനുക്ക് പ്രിയമുமான ജീവ ബലിயாக നമ്മെ ഒപ്പുകൊടുക്ക വേണ്ട. ഇന്ന് പറഞ്ഞ് എന്നെ ഞാൻ എന്റെ കർത്താവിന് ജീവനുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ, ആമേൻ, എൻ കർത്തருக்கு ഞാൻ എന്നെയെ ജീവ ബലിயாக ഒപ്പുകൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിശ്ചയമായിട്ടും എന്നിൽ നിന്ന് ആ സൗരഭ്യ വാസന പുറപ്പെടുവാൻ തുടങ്ങും. നിശ്ചയமாக എന്നിടത്തിൽ ഇருந்து அந்த സുഗന്ധ വാസന പുറപ്പെടാൻ ആരംഭിക്കും. നമ്മുടെ മാലിന്യങ്ങളെല്ലാം ചാരമായി മാറുവാനായിട്ട് തുടങ്ങും. നമ്മുടെ അശുദ്ധങ്ങൾ എല്ലാം അത് ചാരமாக മാറും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ വാതു കൊണ്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. അമ്മേ, இன்னைக்கு எத்தனை பேர் விதமாக ஒப்பு கொடுத்து அம்மே ஜெபிக்க விரும்புகிறீங்க? அப்பா, என்னுடைய சரீரத்தை ஜீவனும் பரிசுத்தமும் தேவனுக்கு பிரியமுமான ஒரு ஜீவ பலியாக ஒப்பு கொடுக்கிறேன். ഒന്ന് നിങ്ങൾ വാ തുറന്നൊന്ന് പറയാവോ? എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ഞാൻ സമർപ്പിക്കുന്നു. அமேன். வாய்களை திறந்து சொல்லுங்க. என்னுடைய சரீரத்தை ஜீவனும் பரிசுத்தமும் தேவனுக்கு பிரியமுமான ജീവ ബലിயாக ഞാൻ ഒപ്പുകൊടുக்கிறேன். എൻ്റെ കണ്ണുകളെ, എൻ്റെ നാവിനെ, ഏറ്റവും അധികം നമ്മൾ സമർപ്പിക്കേണ്ടത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാവിനെ ആയിരിക്കും സമർപ്പിക്കേണ്ടത്, അല്ലേ? അമേൻ, അമേൻ. மிக அதிகமாக நாம் ஒப்பு கொடுக்க வேண்டியது எனக்கு தோணுது நம்முடைய നാവുകളെ தான். ഹല്ലേലൂയ. അവൻ കാരണം യാക്കോബിന്റെ ലേഖനത്തിനകത്ത് പറയുന്നത് നാവ് വലിയൊരു കാട്ടുതീയാണെന്നാ പറയുന്നത്. അമേൻ. യാക്കോബിന്റെ നിരൂപത്തിൽ சொல்கிறது, അമേൻ, നാവ് என்பது ഒരു பெரிய കാട്ടை എരിക്കக்கூடிയതാன ഒരു കാട്ടു തീயாக இருக்கிறது എന്ന് சொல்லி. ചെറിയ അവയവമാണെങ്കിലും, അതൊരു ചെറു ഉറുപ്പാக இருந்தாலும் വലിയ കാട് കത്തിക്കാൻ ശക്തിയുള്ളതാണെന്നാ പറയുന്നത്. അത് പെരിതാന കാടുകളെ പറ്റി എറിയത്തക്ക വല്ലമയുള്ളதாக இருக்கிறது. ഹല്ലേലൂയ. ആമേൻ. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. அதை കൺട്രോൾ பண்ண, കട്ടുപ്പെടുത്ത നമ്മളാല അമ്മേൻ முடியாது. ഹല്ലേലൂയ. ആമേൻ. അതിനകത്ത് പറയുന്നത് നാവ് ഒരു വലിയ തീ തന്നെ. ആമേൻ. നാവ് ഒരു പെരിതാന തീ. അത് എന്നത് പറയുന്നത്, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തിയും നരകത്താൽ അതിനെ തീ പിടിക്കാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ஹalleluya. அப்ப பாருங்க, நாவை குறித்து என்ன சொல்கிறது? ஆமென். ஹalleluya. நாவு என்பது ஆமென் சிறியவமாய் இருந்தாலும் பெருமையானவைகளை பேசும். பாருங்கள், சிறிய நெருப்பு எவ்வளவு பெரிய ஆமென் காட்டை கெடுத்தி விடுகிறது என்று சொல்லி. ഹല്ലേലൂയ. അപ്പം നാവ് മാത്രം മതി എന്നാ പറയുന്നത് നമ്മളെ നരകത്തിലേക്ക് തള്ളിവിടാൻ. அது அநீதியுடைய உலகமாக இருப்பதனால நாவு மட்டும் போதும் நம்மை நரகத்துக்குள் தள்ளிவிட என்று சொல்லி. ഹല്ലേലൂയ, ആമേൻ. അപ്പം ഈ
ഈ ശരീരത്തെ നമുക്ക് യാഗമായി സമർപ്പിക്കാം കർത്താവിന്. നമ്മുടെ ശരീരങ്ങളെ അമ്മേൻ ഒരു ജീവബലിയായി ഒപ്പുകൊടുക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം നിങ്ങൾ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അമ്മേൻ. യാക്കോബ് 1:26 വാസിച്ചു പാരുங்க. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 26 എന്ന് വായിച്ചു നോക്കിയേ. അവിടെ പറയുന്നത് കേട്ടോ, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ, അമ്മേൻ, ഉങ്ങളിൽ ഒരുവൻ തൻ നാവെ അടക്കാമൽ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാം. തന്നെ ദൈവഭക്തി ഉള്ളവൻ എന്ന് എണ്ണിനാൽ അവനുடைய ദൈവഭക്തി വീണായിരിക്കും. ജിനുമോള് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മുടെ നീതി വെളിപ്പെടുത്താൻ നോക്കണ്ട. അമ്മേൻ. മറ്റുള്ളവരിടത്തിലെ ചൊല്ലി നമ്മുടെ നീതിയെ പുரிய വയ്ക്ക വേണ്ട. നമ്മുടെ നീതി പറഞ്ഞ പോലെ സൈലന്റ് ആയി നിന്നാൽ പിതാവ് നമ്മൾ ദൈവപുത്രന്മാരെന്ന് ശക്തിയോടെ നിർണയിക്കും, ശക്തിയോടെ വെളിപ്പെടുത്തി തരും. അമ്മേ. നാം മൗനമായി ഇരുന്നാൽ പിതാവാനവർ നിശ്ചയമാകவே நாம் தேவனுடைய புத்திரர்கள் என்று வல்லமையோடு கூட நிரூபிப்பார். നമ്മൾ പറഞ്ഞു ജയിക്കാൻ നോക്കണ്ട ദൈവമക്കളെ. നാം പേசி ജയിക്ക വേண்டாം. ഹല്ലേലൂയ. എന്തെങ്കിലും പറയാനുണ്ടോ യേശുവിന്റെ അടുത്ത് പോയി പറയുക. ஏதாவது നമുക്ക് பேச வேண்டியது இருந்தால் நாம் கர்த்தரிடத்தில் சொல்வோம். ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പറയാ, ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണെന്നാ പറയുന്നത്. அப்போ பாருங்க, தன்னுடைய நாவுக்கு அமேன் ஹalleluya ஒருவன் அமேன் அமேன் ஒரு ஒரு கடிஞான் போடாமல் அவன் பக்தி உள்ளவன் என்று நிரூபித்தால் அவன் மெய்யாகவே தன்னை தாமே ஏமாற்றிக் கொள்கிறான் என்று வார்த்தை சொல்கிறது. അടുത്തിരിക്കുന്ന ആളോടൊന്ന് തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ നാവിനെ കടിഞ്ഞാണിടണമെന്ന് പറഞ്ഞു. அமேன். உன் நாவை நீ அடக்கிக் கொள்ள வேண்டும் என்று பக்கத்தில் இருக்கிற நபரை பார்த்து சொல்லுங்க. കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്നത് പോലെ, ஒரு குதிரையை எவ்விதமாக அடக்கிக் கொள்வதோ அது போலவே. ഹല്ലേലൂയ. എന്നാലേ നമ്മുടെ ഭക്തി ദൈവം അംഗീകരിക്കത്തുള്ളെന്നാ പറയുന്നത്. அப்படி என்று சொன்னால் மட்டுமே நம்முடைய பக்தியானது അപ്പോൾ നമ്മുടെ ശരീരത്തെ മുഴുവനും ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോൾ, அப்போது நம்முடைய சரீரத்தை முழுவதுமாக தேவனுக்கு முன்பதாக ஜீவனுள்ள பரிசுத்தமான அம்மேன் தேவனுக்கு பிரியமான ஒரு அம்மேன் ஜீவ பலியாக ஒப்பு கொடுக்கும் பொழுது, ഹല്ലേലൂയ, ആമേൻ, ആ യാഗമായി സമർപ്പിക്കുമ്പോൾ തീ കത്തുമ്പോൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ഒരു സ്മെല്ല് വരും. அப்போ தீ பற்றி எரியும் பொழுது என்ன நடக்கும்? அதுல இருந்து ஒரு வாசனை வெளியே வர ஆரம்பிக்கும். ഹല്ലേലൂയ. തീയുടെ ഗുണം രണ്ട് രീതിയിലുണ്ട്. തീയിനുடைய ഒരു ഗുണം, ഒരു നற்குணம் என்பது இரண்டு விதத்திலே இருக்கிறது. ഒന്ന്, അശുദ്ധി എല്ലാം തീ കത്തിച്ച് ചാരമാക്കി കളയും. എന്ത് കിട്ടിയാലും തീ കത്തിച്ച് ചാരമാക്കി കളയും. எந்த அசுத்தமானது தீக்குள்ள போட்டாலும் அது அப்படியே அது சாரமாக மாறிவிடும். அதை பற்றி எரிய செய்து சாரமாக மாற்றும். അതുപോലെ തന്നെ പൊന്നു പോലെയുള്ള ചിലതിനെ ശുദ്ധി ചെയ്യുന്നതും തീയാണ്. അതുപോലെ പൊൻ പോன்ற ചില പൊരുட்களையும் அது சுத்தமாக மாற்றுவதும் தீதான். ഹല്ലേലൂയ. ചിലതിനെ ചാരമാക്കുന്നതും തീയാ, ചിലതിനെ ശുദ്ധി ചെയ്യുന്നതും തീയാ. ചിലதை അമ്മേൻ അത് ചാരமாக மாற்றுவதும் தீ, ചിലதை അമ്മേൻ പൊൻ പോലെ சுத்தம் செய்வதும் தீ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ യാഗമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ, நீங்க ஒரு பலியாக தேவனுடைய கரத்தில் ஒப்பு கொடுக்கும் பொழுது, ഒന്ന്, ദൈവഹിതമില്ലാത്ത അശുദ്ധമായതെല്ലാം ചാരമാകാൻ തുടങ്ങും. അതെല്ലാം ഇല്ലാതായി തീരാൻ തുടങ്ങും. ஒன்று, தேவனுக்கு சித்தமில்லாத அசுத்தமானதெல்லாம் அது പരിശുദ്ധാഗ്നിയിനാലെ അത് ചാമ്പലാക മാറും. രണ്ട്, നിങ്ങൾ വീണ്ടും വീണ്ടും ശുദ്ധിയുള്ളവരായി ഒന്ന് ആഗ്രഹിച്ചൊന്ന് പറഞ്ഞേ, എനിക്ക് ഡെയിലി എന്നെ ശുദ്ധി ചെയ്യണം, എന്നെ ശുദ്ധീകരിക്കണം, അശുദ്ധി മാറി അശുദ്ധി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? നമ്മൾ ദിവസവും യാഗമായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ തുടങ്ങിയാലല്ലേ നമ്മളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ തുടങ്ങിയാൽ, അല്ലെ? നമ്മൾ തീ കാത്തെടുത്ത് ചാടണ്ട, നമ്മുടെ ശരീരത്തിൽ വേദന അനുഭവിക്കണ്ട. പക്ഷേ യാഗമെന്താ? നമുക്ക് ദൈവഹിതമില്ലാത്തതിനെ ഉപേക്ഷിക്കാൻ നമുക്കൊരു മനസ്സ് കാണിച്ചാൽ, ദൈവഹിതമില്ലാത്തത് പറയത്തില്ല എന്ന് നമ്മളൊരു മനസ്സ് കാണിച്ചാൽ, ദൈവഹിതമില്ലാത്ത റിലേഷൻ വേണ്ടെന്നൊരു മനസ്സ് നമ്മൾ വെച്ചാൽ, ചിലപ്പോൾ അത് നമുക്ക് നമുക്കൊരു പെയിൻ കൊണ്ടുവരും, അല്ലേ? ആ വ്യക്തി വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ വ്യക്തി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ദൈവത്തിന്റെ ഹിതം നടന്നാൽ മതി. അങ്ങനെ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഈ ലൈനിലുള്ളവരോട് എല്ലാവരോടും പറയും, ഞങ്ങൾ നിങ്ങളെ കണ്ട് അതിശയിക്കാൻ തുടങ്ങും, ഞങ്ങൾ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടാൻ തുടങ്ങും. അമേസിംഗ് ആയി നിങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങൾ ശുദ്ധിയുള്ളവരായി, നിങ്ങളെ പരിശുദ്ധിയുള്ളവരായി, ഓരോ ദിവസവും
ആ ദൈവത്തിൻ്റെ സൗരഭ്യവാസന നിങ്ങളിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ, ഹോളി സ്പിരിറ്റിന്റെ സ്മെൽ നിങ്ങളിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ആമേൻ. ഒരു വ്യക്തി ഒരു ദിവസം വന്ന് എന്നോട് പറയുക, ഒരു 10 അടി ദൂരത്തിലാണ് നിൽക്കുന്ന കേട്ടോ, 10 അടി ദൂരത്തിലാണ് നിൽക്കുന്നേ. അദ്ദേഹം വന്ന് ഒരു ദിവസം എന്നോട് ചോദിച്ചു, പാസ്റ്ററേ, നിങ്ങളുടെ ഇത്രയും ദൂരത്ത് നിൽക്കും, നിങ്ങളിൽ നിന്ന് ഒത്തിരി ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു, ഭയങ്കര ദൈവസാന്നിധ്യം റിലീസാകുന്നു. അങ്ങനെ ഒരു വ്യക്തി ഒരു ദിവസം എന്ന് എന്നോട് പറഞ്ഞു. മറ്റൊരു ദിവസം ഒരു ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തി, രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നല്ല, ക്രിസ്ത്യാനി പോലും അല്ലാത്ത ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, പ്രാർത്ഥിക്കാറുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടാകുന്നു. നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന്, ഒരു അനുഭവം ഉണ്ടാകുന്നു, ഒരു സമാധാനം ഉണ്ടാകുന്നു എന്നൊരു ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തി എന്നോട് ഒരു ദിവസം സംസാരിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളിലൂടെ ഇത് നിങ്ങൾ ചുമ്മാ യാഗമായി സമർപ്പിച്ചാൽ മതി. അപ്പം അപ്പൻ്റെ ഹിതമില്ലാത്തത് എനിക്ക് വേണ്ട, എനിക്ക് അപ്പൻ്റെ ഇഷ്ടമില്ലാത്തത് വേണ്ട. ആ സ്പിരിച്വൽ ലെവലിൽ നിൽക്കുന്ന ആ വ്യക്തിയെ എന്നെ വിളിക്കണ്ട, എനിക്ക് യേശുവിന്റെ ശബ്ദം കേട്ടാൽ മതി. അവരോട് എനിക്ക് സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് യേശുവിന്റെ ശബ്ദം കേട്ടാൽ മതി. അങ്ങനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മുടെ നാവിനെ ഒന്ന് കടിഞ്ഞാണില്ലേ. ഇന്ന് തീരുമാനിച്ച് ഞാൻ ആവശ്യമില്ലാത്ത ഒരു നെഗറ്റീവ് വാക്ക് പോലും ഇന്ന് പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു ഒരു വാക്ക് ഞാൻ സംസാരിക്കുന്നു. മറ്റുള്ളവർക്ക് ആത്മീക വർധനവില്ലാത്ത ഒരു വാക്ക് ഞാൻ സംസാരിക്കത്തില്ല. മറ്റുള്ളവർക്ക് ആത്മീക വർധന വരാത്ത, മറ്റുള്ളവരെ ബലഹീനപ്പെടുത്തുന്ന ഒരു വാക്ക് ഞാൻ സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ജിനിമകളോട് പറയും, ജിനിമ അവരുടെ അടുത്ത് വന്ന് അവരോട് സംസാരിച്ച ഭയങ്കര നെഗറ്റീവ് ആണല്ലോ, ഭയങ്കര നെഗറ്റീവ് എനർജി ആണല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളും തീരുമാനിച്ചേ, മറ്റുള്ളവർക്ക് ആത്മീക വർധനവല്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കത്തില്ല, മറ്റുള്ളവർക്ക് ആത്മീക വർധനവില്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഈ വർഷം ഓരോ ദിവസം சௌரபியவாசனையாக்கி அமேன். இப்படி நீங்கள் முன்னாடி போவீர்கள் என்று சொன்னால் உங்களுடைய அமேன் இந்த ஆண்டு முழுவதும், இந்த புதிய ஆண்டு முழுவதும் எல்லா இடங்களிலேயும் நீங்கள் வெற்றி சிறக்க பண்ணுகிறவர்களாக, நீங்கள் மெய்யாகவே தெய்வ சபைக்கு அமேன், மற்றவர்களுக்கு, உங்க குடும்பத்தில் இருக்கிறவர்களுக்கு கிறிஸ்து இயேசுவினுடைய சுகந்த வாசனையாக நீங்கள் மாறுவீர்கள். ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Thank you Lord Jesus. യേശുവേ, എപ്പോഴും ക്രിസ്തു ജയോത്സവമായി അമേസിംഗ് ടൈം, അമേസിംഗ് ടൈം. ഞങ്ങളുടെ നാവ് ഒരു അതിശയിപ്പിക്കുന്നതായി മാറാൻ പോകുകയാണ്. പറഞ്ഞു, എന്റെ നാവ് ഒരു അമേസിംഗ് ட்ரையம்பாய் மாறான் போகிறேன். ஆமென். என்னுடைய நாவு ஒரு அமேன், ஒரு ஆச்சரியமான வெற்றி சிறக்கிற நாவாக மாறுகிறது. பர்னே ஆமென். என்னுடைய நாவினாலே நான் மற்றவர்களை கட்டி எழுப்ப போகிறேன். என்னுடைய நாவு வழியாக நான் அநேக நபர்களை தெய்வ ராஜ்யத்தில் கொண்டு வர போகிறேன். இந்த ஆண்டு கடந்த ஆண்டுகள் போல அல்ல, இந்த ஆண்டு என் வழியாக ஆமென், ஹalleluya, கிறிஸ்து இயேசுவினுடைய சுகந்த வாசனை என் வீட்டுக்குள், என் பட்டணங்களில், என் தேசத்தில், என் குடும்பத்துக்குள் எல்லாம் அந்த சுகந்த வாசனை எல்லா இடங்களிலும் பரவ போகிறது. ஹalleluya, ஹalleluya. എൻ്റെ കൈകളോടെ അമേസിംഗ് വെളിപ്പെടുന്നു, എൻ്റെ കണ്ണുകളോടെ അമേസിംഗ് ലൈഫ് വെളിപ്പെടുന്നു, എൻ്റെ നാവിലൂടെ അമേസിംഗ് ആയിരുന്നു. എൻ്റെ കണ്ണുകൾ അമേസിംഗ് ആയിരിക്കും, എൻ്റെ കൈകൾ അമേസിംഗ് ആയിരിക്കും. அமேன். இங்க சொல்லுங்க, என்னுடைய கண்கள் வழியாக, என்னுடைய காதுகள் வழியாக, என்னுடைய கைகள் வழியாக ஆச்சரியமானவைகள், மென்மையானவைகள், வியக்கத்தக்கவைகள் வெளிப்பட போகிறது. Receive Lord Jesus. Amen. Bless you കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ ഒരു പ്രാർത്ഥനാ വിഷയം നിമിഷയ്ക്കായി എൽദോസിനായി ഷെബിനും അമിത എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. അവരുടെ മേൽ അഭിഷേകം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥനാ വിഷയം അവരെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവേ. റെജീന ആ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപ അധികമായി വെളിപ്പെടട്ടെ. അപ്പൊ ദൈവപ്രവൃത്തി അവരുടെ മേലും ഉണ്ടാകട്ടെ. ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പൊ അങ്ങയുടെ കരം ഓരോരുത്തരുടെ മേലും വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്നത്തെ ശ്രീജ പ്രസാദ് എന്നുള്ള ഡിവൈസിലുള്ളവർ, അവരുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് ചില തകർച്ചകളെ കർത്താവ് എടുത്ത് മാറ്റുകയും ചില ബന്ധനങ്ങൾ കർത്താവിനോട് പറയുന്നു, ചില ശാരീരികമായ അസ്വസ്ഥതകൾ, ഹെഡേക്ക് പോലെയുള്ള ചിലത് കർത്താവരെ അവരിൽ നിന്ന് സൗഖ്യമാക്കുന്നു, വിടുതലുകളിലേക്ക് കർത്താവ് നയിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. ഫിനാൻഷ്യൽ മേഖലകളിൽ ഭയങ്കര വിടുതൽ അവർക്കുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു, ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇതിനകത്ത്
കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് യേശുവിൻ നാമത്തിൽ കർത്താവ് ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഈ പേഴ്സണലി പ്രയർ വേണ്ടവർ, ന്യൂ ഇയറിന്റെ തുടക്കത്തിൽ പ്രാർത്ഥന വേണ്ടവർ ഞങ്ങളെ പേഴ്സണലായി വിളിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളെ ബ്ലസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പേഴ്സണലി ഞങ്ങളെ വിളിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾ അധികമായിട്ട് അനുഗ്രഹിക്കുക. പിതാവെ, ഞങ്ങൾ ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ കൃപ കൂടിയിരിക്കുന്നതിനായി സകല മഹത്വം അങ്ങേക്ക് തരുന്നപ്പം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും എന്നും എപ്പോഴും എല്ലാവരുടെയും കൂടെ യേശുക്രിസ്തു മുഖാന്തരം എന്ന പിതാവിനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹോസന്നാ. Jesus. Hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah.